നമ്മുടെ ചരിത്രബോധം എത്ര വികലമാണ്. ചരിത്രം എപ്പോഴും അത് ഉപയോഗിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിലെ കളിപ്പാട്ടമാണ്. അത് ഉപയോഗിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിലെ കളിപ്പാട്ടമാണ്. പ്രത്യേകിച്ച് ലോകത്ത് കമ്മ്യൂണിസ്റ്റുകൾ ആവിർഭവിച്ചതിന് ശേഷം. ഞാൻ ഭാരതത്തിൻ്റെ കാര്യത്തിൽ ഇൻഡോളജിസ്റ്റുകൾ എന്ന് പറയുന്നവർ പാതിരിമാർ വന്നെത്തിയതിന് ശേഷമുള്ള വലിയ വിഷയങ്ങളുണ്ട്. ആര്യൻ വിഷയം ഉൾപ്പെടെ നമുക്കത്ര ഗൗരവമായി അറിയാം. ഇന്നും വിശദമായി കേരളത്തിൽ പറയപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യമാണത്. അതിനുശേഷം ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക്, ആധുനിക രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ അത് കൊണ്ടുവന്നിരിക്കുന്ന അവരാണ്. അപ്പോൾ ചരിത്രം ദീർഘകാലമായി അവർ ഇട്ട് അമ്മാനമാടുന്ന ഒരു വളരെ സങ്കീർണമായ ഒരു സംഗതിയാക്കി മാറ്റിയിട്ടുണ്ട് ചരിത്രത്തെ. അത് രാമക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലൊന്നാണ് അത്തരത്തിൽ അവർ വികലമാക്കിയ അവരുടെ കുതന്ത്രങ്ങൾ, അവരുടെ ഈ ചിന്താപരമായ ധ്വംസനങ്ങൾ ഒക്കെ നടന്നിട്ടിരിക്കുന്ന ഒരു മേഖലയാണ് മഹാനായ സവർക്കറെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ. സവർക്കർ അദ്ദേഹത്തിൻ്റെ ധൈഷണികത, അദ്ദേഹത്തിൻ്റെ വൈചാരിക ഈ ഒരു സ്ഥൈര്യം, അത്രയും വലിയ വിപ്ലവ വീർ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന പ്രഥമ പാദങ്ങളിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ വിപ്ലവകാരിയാണ്. അന്നത്തെ യൂറോപ്പിലെ പത്രം അദ്ദേഹത്തെ അങ്ങനെ കൊണ്ടാടുന്ന കാലത്താണ് അദ്ദേഹം ഭാരതത്തിലേക്ക് പിടിക്കപ്പെടുകയും വരുന്നതും. ആ കാലത്ത് ലെനിൻ വന്ന് അദ്ദേഹത്തെ കണ്ടിരിക്കുന്നതാണ്. ഇവർ പറയുന്ന പോലെ ലെനിനെ അങ്ങോട്ട് പോയല്ല അദ്ദേഹം കണ്ടിരിക്കുന്നത്. ലെനിൻ വന്ന് ഒന്നല്ല രണ്ടല്ല ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും, 3നും അപ്പുറത്ത് 5 പ്രാവശ്യം വരെ പറയുന്നവരുണ്ട്. വന്ന് കണ്ടിട്ടുണ്ട്. ഗാന്ധിജി ചെന്ന് കണ്ടിട്ടുണ്ട് ഇന്ത്യ ഹൗസിൽ. ആ ഒരു മനുഷ്യനെയാണ് ഇവരുടെ, ഞാൻ മുഖ്യമായി ഇവരുടെ, കോൺഗ്രസ്സുകാർ ഉപയോഗിച്ചിട്ടില്ലെന്നല്ല, കോൺഗ്രസ്സുകാർ ഉപയോഗിച്ചിട്ടുണ്ട്, മഹാദേവ് റാനയുടെ ഉപയോഗിച്ചിട്ടുണ്ട്, അവരെ തൊട്ട് തുടങ്ങുന്നൊരു പ്രക്രിയയുണ്ട്. പക്ഷെ ചരിത്രം അങ്ങനെ വലിയ ജുഗുപ്സ തോന്നുന്ന തരത്തിൽ ഇവരതിനെ അധക്കരിച്ചിട്ടുണ്ട്. ഈ സവർക്കറുടെ വിഷയത്തിൽ സവർക്കറുടെ മാപ്പപേക്ഷയാണ് അവരുടെ പ്രശ്നം. ഇത് പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ, ഇത് ഹൈപ്പർ വെന്റിലേറ്റഡ് ആയിട്ട് പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ, മാർക്സിസ്റ്റുകൾ മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ തമ്പനയിൽ കാണുന്ന അവരുടെ പാർട്ടിയുടെ സ്ഥാപകാംഗവും പാർട്ടി ചെയർമാനും നിരവധി തവണ ലോക്സഭാംഗവും അവരുടെ ട്രേഡ് യൂണിയൻ്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലീഡറും അവരുടെ മുഖ്യ താത്വികാചാര്യ ശ്രേണിയിൽ റോയ്, ജോഷി, ഡാങ്കെ ഇങ്ങനെയാണ് പോവുക പോലും. അല്ലെങ്കിൽ ഇവരൊക്കെ തുല്യ റോയ്ക്ക് ശേഷം ഏകദേശം തുല്യ പദവിയിൽ വരുന്നവരാണ്. ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഏറ്റവും മുമ്പ് എഴുതിയത് ഡാങ്കയാണ്. 1921 ഗാന്ധി വേഴ്സസ് ലെനിൻ ഡാങ്കെ എഴുതുന്നുണ്ട്. ആ കാലത്ത് തന്നെ അദ്ദേഹം സോഷ്യലിസ്റ്റ് ഒരു മാസിക നടത്തുകയും അതിൽ ദീർഘമായി ഉപന്യസിക്കുകയും ചെയ്ത് ലെനിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ലെനിൻ മരിക്കുന്നതിന് മുമ്പ് ഡാങ്കയെ വായിച്ചതായി, ഇഷ്ടപ്പെട്ടിരുന്നതായിട്ട് റോയ് പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എം എൻ റോയ് കണ്ടെടുക്കുന്നതാണ്. ഈ ഡാങ്ക എഴുതിയ മാപ്പപേക്ഷ ഇവർ മറച്ചിട്ടുണ്ട് നമ്മുടെ ഇത്. നമുക്ക് ഒരു നീതി, സവർക്കർക്ക് ഒരു നീതി, അവരുടെ ചെയർമാന് ഒരു നീതി. ഇത് രണ്ടും ഒരു നടയ്ക്ക് പോകുന്നതല്ല. ഒന്നുകിൽ സവർക്കർ എഴുതിയ മാപ്പപേക്ഷ ആ കാലത്തെ സർവമാന വിപ്ലവകാരികളും സർവമാന പൊളിറ്റിക്കൽ പ്രിസനേഴ്സിനും എഴുതാനുള്ളൊരു അവസരം ആ കാലത്തെ നിയമ സംവിധാനത്തിലുണ്ട്. രാഷ്ട്രീയ തടവുകാർക്കുള്ളതാണ്, മറ്റ് ക്രിമിനൽസിനുള്ളതല്ല. ആ ഒരു ക്ലെമൻസി പ്രക്രിയ അവിടെ ഉണ്ട്. ഗാന്ധിജി ഉപദേശിക്കുന്നുണ്ട് സവർക്കറുടെ, നാരായണറാവു സവർക്കറെ സഹോദരന്മാർക്കൊരു ക്ലെമൻസി ചെയ്യൂ എന്ന് പറയുന്നത്. ആരാ ചെയ്യാത്തത്? എത്ര വിപ്ലവകാരികൾ സവർക്കർ ഒപ്പം കിടന്നവർ ക്ലെമൻസി വാങ്ങിച്ചു പോയി. അദ്ദേഹത്തെക്കാട്ടിൽ ക്രിട്ടിക്കലായ ആ കാലത്തെ അർത്ഥത്തിൽ ക്രിമിനൽ ആക്റ്റിൽ പെട്ടിരിക്കും. നമ്മളെ സംബന്ധിച്ച് ക്രിമിനൽ ആയിക്കൊള്ളുന്നതിൽ ബ്രിട്ടീഷുകാരുടെ നോംസിൽ അതിൽ ബാരിൻ ഘോഷിനെ പറയുന്നുണ്ട്, ഹേംദാസിനെ പറയുന്നുണ്ട്, സച്ചീന്ദ്ര സന്യാലിനെ, ഭഗത് സിംഗിനൊപ്പം ഉണ്ടായിരുന്ന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ സച്ചീന്ദ്ര സന്യാൽ, ഇതൊക്കെ ക്ലെമൻസിയിൽ പുറത്തു പോയിട്ടുണ്ട്. അതൊക്കെ രീതിയായിരുന്നു. അതിനാണ് നിങ്ങൾ ഷൂനക്കിയാക്കി. എൻ്റെ പോഡ്കാസ്റ്റിൻ്റെ ചുവട്ടിൽ തന്നെ, എൻ്റെ ഈ ചാനൽ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ കമൻറ്റുകളിൽ ഞാൻ ഇതുവരെ കേട്ടതിൽ ഏറ്റവും ദീർഘമായി ഞാൻ കേട്ട പേര്, എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതിനിധീകരിക്കുന്നു എന്ന് നിങ്ങൾ ധരിക്കുന്ന ഒരു പ്രാസ്ഥാനിക ഒരു പ്രദേശമുണ്ടല്ലോ, അതിന് ആ ഭൂമിയെ നിങ്ങൾ വിളിക്കുന്നത് ഷൂനക്കികളുടെ എന്നുള്ളത്. നിങ്ങൾ ഷൂനക്കികൾ എന്ത് ചെയ്തു? താൻ ഷൂനക്കി ഈ പറയുന്ന സാധനത്തിൽ നമ്മളെ ഉൾപ്പെടെ ചേർത്ത് പറയുന്ന ഒരു പ്രയോഗമാണത്. ആ കാലത്തെ ഓക്കെ, നിങ്ങളുടെ സിനിമയ്ക്കകത്ത് അദ്ദേഹത്തെ ഷൂ നോക്കിയതായി കാണിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിത്രീകരിച്ചിട്ടുണ്ടാവാം,
എനിക്കത് അതിനെപ്പറ്റി കൂടുതൽ ധാരണയില്ല. പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്നവൻ അദ്ദേഹം യുവർ ഒബീഡിയൻറ്റ് സെർവൻറ്റ് എന്ന് പറയുന്നൊരു പ്രയോഗമാണ്. ഞാൻ നിങ്ങളുടെ വിനീതനായ വിധേയനായിരിക്കും, അല്ലെങ്കിൽ സെർവൻ്റ് എന്ന് പറയുമ്പോൾ അടിമയായിരിക്കും എന്ന് പറയുന്നൊരു ഒപ്പിടുന്നതാണ് ഇവരെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ആരൊക്കെ ഈ ഇന്നത്തെ ലീഗുകാരും അവർക്കിത് പറയാൻ യാതൊരു യോഗ്യതയുള്ളവരല്ല. സ്വാതന്ത്ര്യ സമരം തന്നെ നടത്തിയിട്ടില്ലാത്തവരാണ്. ലീഗുകാർ സ്വാതന്ത്ര്യ സമരം തന്നെ നടത്തില്ല. അവർക്ക് പാകിസ്ഥാന് വേണ്ടി സമരം നടത്തി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഒരു പരിസരം ഗണ്യമാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകളും സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടില്ല. അവർക്ക് വിപ്ലവം നടത്താനുള്ള ഉപാധികൾ തിരയുകയായിരുന്നു. അവർക്ക് ഈ സെൽഫ് ഡിറ്റർമിനേഷൻ്റെ ആൾക്കാരായിരുന്നു. സെസഷൻ വരെയാകാവുന്ന സെൽഫ് ഡിറ്റർമിനേഷൻ ആണ് അവരുടെ എല്ലാ കാലത്തെയും പോളിസി, ഇപ്പോഴത്തെയും പോളിസി. അവരുടെ കൽക്കട്ട തീസിസിൽ പോലും 48 വിഭജനാനന്തരവും അവർ കേരളത്തിൻ്റെ ഉൾപ്പെടെ സെൽഫ് ഡിറ്റർമിനേഷന് നെഹ്റു ഗവൺമെൻറ് തുരങ്കം വയ്ക്കുന്നതിനെതിരെ അത് വലിയ പാതകമാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവരതിൻ്റെ ആൾക്കാർ, അവർ ആ അർത്ഥത്തിൽ അവർ സ്വാതന്ത്ര്യത്തെ ഒറ്റിയവരാണ്. അതുകൊണ്ട് ഇവർക്കാർക്കും സ്വാതന്ത്ര്യത്തെ പറ്റി പറയാൻ അർഹതയില്ല. അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതാണ്. അതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് നിങ്ങൾ കാണരുത്, ദയവിധി കാണരുത്. ഏതെങ്കിലും കാലത്ത് അവർ CSPയിലുള്ള കാലത്ത് ചെയ്തിട്ടുണ്ടില്ല. അവർ കമ്മ്യൂണിസ്റ്റുകളായി മാറുമ്പോൾ ഉള്ളതിന് അവർ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളായ സമയത്ത് അവർ ചെയ്തിട്ടുണ്ട്. അവരിൽ പലരും പൂർവ്വകാലത്ത് കോൺഗ്രസ്സുകാരായിരുന്നു, ആ കാലത്ത് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിപ്ലവം എന്ന് പറയുന്നത് ഈ സോക്കോൾഡ് വിപ്ലവം, ഒറിജിനൽ വിപ്ലവമായിട്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് യാതൊരു ബന്ധവുമില്ല. എൻ്റെ ഉറച്ച നിലപാടാണ്. ലോകത്ത് ഈ വിപ്ലവം എന്നുള്ള വാക്കിനോട് ഏറ്റവും കൂടുതൽ ചേർത്ത് വെക്കരുതാത്ത ഈ പൊളിറ്റിക്കൽ ഫോമാറ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിസമാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മാർക്സിസം എന്ന് വിളിച്ചോളൂ, ലെനിനിസം എന്ന് വിളിച്ചോളൂ, സ്റ്റാലിനിസം എന്ന് വിളിച്ചോളൂ, ചെഷസ്ക്യോനിസം എന്ന് വിളിച്ചോളൂ, ഈ പറഞ്ഞ പോലെ മാവോയിസം എന്ന് എന്ത് ടേംസിൽ വിളിച്ചാലും അവർക്ക് ഈ അർത്ഥത്തിൽ വിപ്ലവമായിട്ട് യാതൊരു ബന്ധമില്ല. വിപ്ലവം വളരെ കുറച്ച് പാവനവും പവിത്രവുമായൊരു പദ്ധതിയാണ്. വിപ്ലവം പാവനവും പവിത്രവുമായൊരു പദ്ധതിയാണ്. അത് വലിയ ആശയങ്ങളാൽ പ്രചോദിതവുമാണ്. വലിയ ആശയങ്ങളാൽ അല്ല, ഇതുപോലെ ഇടുങ്ങിയതല്ല, ഇതുപോലൊരു മതസ്വഭാവമുള്ളതല്ല. ഒരു 4ാമത്തെ സെമറ്റിക് മതമാണ്. ഞാനല്ല ആദ്യം വിളിച്ചത്, അത് മാക്സിം ഗോർക്കിയാണ് വിളിച്ചത്. ലെനിൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാക്സിം ഗോർക്കി വിളിച്ചാണ് ഇതിനെ മതമായിട്ട്. ലെനിൻ വാൺ ചെയ്തിട്ടുണ്ട്. ഒരു കൃത്യമായ സെമറ്റിക് മതം, ആചരണ പദ്ധതികളുണ്ട്, ഗ്രന്ഥമുണ്ട്, ആചാര്യന്മാരുണ്ട്, എല്ലാം ഉണ്ട്. കൃത്യമായ പദ്ധതിയാണ്. അവിടുന്ന് തന്നെയാണ് ഒത്തിരി കാര്യങ്ങൾ എടുത്തതും. ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിൽ അവർ ഒത്തിരി കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അവരുടെ ഈ സബ്വേർസീവ് സാധനങ്ങൾ മുഴുവൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ റൊമാനോമാർ ഉപയോഗിച്ചിരുന്ന എടുത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് പഠിച്ചവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോവുകയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറയുമ്പോൾ അത്രയൊക്കെ പറയണം. അത്രയ്ക്ക് ലോകത്ത് ഈ 100 വർഷം കൊണ്ട് അവർ അത്രയ്ക്ക് കൃത്രിമത്വം ഉണ്ടാക്കിയിട്ട് ലോക പൊളിറ്റിയിൽ ഒരു രാഷ്ട്രീയ ശരീരത്തിൽ, രാഷ്ട്രഹിതത്തിനായിട്ടുള്ളതാണെങ്കിൽ ഒരു രാഷ്ട്രീയ ശരീരത്തിൽ അത്രമേൽ അതിൻ്റെ ബോഡി പൊളിറ്റിക്കിൽ ഇത്രമേൽ വിഷം കുത്തിവെച്ചൊരു പ്രസ്ഥാനമില്ല. അവർക്ക് പറ്റും. അവർക്ക് അജിറ്റേഷനും പ്രൊപ്പഗാൻഡയും, അവർക്ക് മെക്കാനിസം, അവർക്ക് മെഷീനറി, അവർക്ക് മിനിസ്ട്രി ഉള്ളവരാണ്. അവർക്കിത് പറ്റും. പ്രൊപ്പഗാൻഡയ്ക്ക് മിനിസ്ട്രി ഉള്ളവരായിരുന്നു. പറയുന്നത് ചെയ്യില്ല, ചെയ്യുന്നത് അല്ല പറയുന്നതും. അവരൊരു കള്ളം കാണിക്കുന്ന ആ കള്ളം മറ്റുള്ളവർക്കും എല്ലാം ആരോപിക്കും. അതേ പശ്ചാത്തലത്തിലാണ് ഈ 64 കത്തിലെ ഡാങ്കയുടെ മാപ്പപേക്ഷ വരുന്നത്. അവർക്കൊക്കെ അറിയാമായിരുന്നു ഇത് പുറത്തു വരുന്നത് 964 പറയുമ്പോൾ കൃത്യമായി പറയാം. 964 മാർച്ചിൽ ആദ്യ വാരത്തിൽ അന്നത്തെ കറണ്ട് വീക്കിലിയുടെ മാർച്ച് ലക്കത്തിൽ ഇത് വരികയാണ്. ഈ കത്ത് ഡാങ്കയുടെ മാപ്പപേക്ഷ. ആ കാലത്ത് അദ്ദേഹം പാർട്ടി ചെയർമാനാണ്, CPIയുടെ പാർട്ടി ചെയർമാനാണ്. അതിന് തൊട്ടു മുമ്പ് ഒരു അല്പകാലം അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു EMS. അതിന് തൊട്ടു മുമ്പ് ഈ കത്ത് വരുന്നതിന് സ്വല്പം മുമ്പായിട്ട് EMS അഭിപ്രായ വ്യത്യാസമല്ല EMS ജനറൽ സെക്രട്ടറിഷിപ്പ് രാജിവെച്ചു. അതിന് മുമ്പ് തന്നെ പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഒരു സോവിയറ്റ് റഷ്യ പക്ഷവും ഒരു ചൈനീസ് പക്ഷം കൂടുതൽ മിലിറ്റൻസ് ആണ്. ഈ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത്, ഇന്നത്തെ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കാണുന്ന ആ കാലത്തെ CPIയുടെ ഈ ഫാക്ഷനാണ്. 48 തുടങ്ങുന്ന കൽക്കട്ട തീസിസ് മുമ്പോട്ട് വെച്ച് ഈ രണദിവേ ഗ്രൂപ്പിൻ്റെ കേരളത്തിൽ 1-2 പേര് വെച്ച് ബാക്കിയെല്ലാം ആ ഒട്ടുമിക്ക ആൾക്കാരും അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചു. ഈ ഫാക്ഷൻ്റെ ഈ 2 ഗ്രൂപ്പിൻ്റെ തർക്കങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഓരോ ഗ്രൂപ്പിനെയും രണ്ട് ധ്രുവങ്ങളിലേക്ക് നിർത്താൻ പാകത്തിന് 2 സോവിയറ്റ് റഷ്യയും ചൈനയും പണി നടത്തുന്നുണ്ട്. അത് നിൽക്കുകയാണ് ഈ കത്ത് പുറത്തു വരുന്നത്.
ഉൾപ്പാട്ടി പ്രശ്നം ഗുരുതരമായി നിൽക്കുകയാണ് കത്ത് പുറത്തു വരുന്നത്. ഈ കത്ത് പുറത്തു വരുമ്പോൾ എനിക്കിതിൻ്റെ ഒരു കാര്യം പറയും. ഉൾപ്പാട്ടി പ്രശ്നം നിലനിൽക്കുമ്പോഴും കത്ത് പുറത്തു വരുമ്പോൾ ഈ നമ്മൾ ഇന്ന് കാണുന്ന 32 പേര് നാഷണൽ കൗൺസിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നു പുതിയ പാർട്ടി രൂപീകരിച്ചു വന്ന ഈ ചങ്ങാതിമാരുടെ നേതാക്കളിൽ മുഖ്യനായ ബസവ പുന്നയ്യയുടെയും രാമമൂർത്തിയുടെയും AK ഗോപാലിൻ്റെ കയ്യിലും അല്ലെങ്കിൽ മുസാഫിർ അഹമ്മദിൻ്റെ കയ്യിലും ഒക്കെ ഈ കത്ത് നേരത്തെ കിട്ടിയതാണ്. ഈ കത്ത് നേരത്തെ കിട്ടി നമുക്ക് മനസ്സിലാകും ഈ കത്ത് അവർക്ക് ജനുവരിയിൽ അവരുടെ കയ്യിൽ കിട്ടിയതാണ്. അവരതിന്മേൽ ഒന്നും ചെയ്തില്ല. ഒരു വിവാദം ഈ നാഷണൽ കൗൺസിലർ ഉണ്ടാക്കിയുമില്ല. ഞാൻ ഇന്ന് പുറത്ത് വന്ന 32 പേരുടെ CPIM പറ്റിയാണ് പറയുന്നത്. ഞാനതുകൊണ്ട് വീണ്ടും പറയും, ഇത് പുറത്ത് കറണ്ടെന്ന് പറഞ്ഞാൽ വാരിക അത് വിട്ടില്ലായിരുന്നു, ഇത് ലോകം അറിയില്ലായിരുന്നു. അത് വിട്ടപ്പോൾ അതിൻ്റെ 15-ാം പൊക്കം മാർച്ച് ആദ്യത്തിലൊക്കെ വന്ന് മാർച്ച് 15-ലും 16-ലും ഒക്കെ ആയിട്ട് ഒരു നാഷണൽ ആർക്കൈവ്സിൽ പോയി തപ്പി. AK ഗോപാലൻ തപ്പി, സർവമാന ആൾക്കാർ, മുസാഫിർ അഹമ്മദ് നേരിട്ട് പോയി തപ്പി, നമ്മുടെ മലയാളിയായ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ചോദിച്ച അന്നത്തെ MP ആയിരുന്ന അനന്ത നമ്പ്യാർ പോയി തപ്പി. അന്നേരം ഇവർക്കെല്ലാം ഉണർവുണ്ടായി. ഞാൻ പറയില്ല, കറണ്ട് എന്നുള്ള വാരിക അത് പുറത്ത് വിട്ടില്ലായിരുന്നു, ഇതൊന്നും ലോകം അറിയില്ല. ഇവർ സവർക്കറെ മാത്രം ചീത്ത വിളിച്ചുകൊണ്ട് ഇവരുടെ പ്രശ്നം എത്രയായിരുന്നു, ഞങ്ങൾ ഇത്രയും സവർക്കർക്കെതിരെ ഇതൊരു സാധനം ഉണ്ടാക്കി വെച്ചു, ഇത് ഞങ്ങളുടെ ചെയർമാൻ കത്തെന്ന് പറയുന്നു. ഇത് വലിയ പ്രശ്നമല്ല, ഒരേ കാലയളവുമാണ്. ഇതും സവർക്കറുടേത് 13 തൊട്ട് 21 വരെയുള്ള കാലയളവാണെങ്കിൽ ഇദ്ദേഹത്തിന് 924. സവർക്കർ അന്നേരം ഇൻറ്റേൺമെൻറ്റിലാണ്, അല്ലെങ്കിൽ സവർക്കർ രത്നഗിരി ജയിലിൽ നിന്ന് പുറത്ത് കടക്കുന്ന കാലത്ത്, രത്നഗിരി ജയിലിൽ നിന്ന് രത്നഗിരി വീട്ടുതടങ്കിലേക്ക് കടക്കുന്ന ആ കാലയളവ് അതിലാണ് സവർക്കർ മൊത്തം 27 വർഷം തടവിൽ കിടന്ന ആളാണ്. സവർക്കർ മൊത്തം 27 വർഷം തടവിൽ കിടന്ന ആളാണ്. 5 മാപ്പപേക്ഷ സവർക്കർ എഴുതിയിട്ടുണ്ട്. സവർക്കർക്ക് ഒരു മടിയില്ലായിരുന്നു ഇത് പറയാൻ. സവർക്കർക്ക് ഒരു മടിയില്ലായിരുന്നു എൻ്റെ ചങ്ങാതി വരെ പറയാൻ. പക്ഷേ ഈ ഡാംഗെ ഉണ്ടല്ലോ, ജീവിതത്തിൻ്റെ അവസാന കാലം വരെ അത് അംഗീകരിച്ചിട്ടില്ല. ഡാംഗെ ഇതിൻ്റെ അവസാന കാലം വരെ അത് അംഗീകരിച്ചിട്ടില്ല. ഇതെല്ലാം ഒരു മുഖവരിയാണ്. കത്ത് കാണാം, കത്ത് കേൾക്കാം, എല്ലാവരും കൊട്ടിഘോഷിക്കുന്നുള്ളൂ. യുവർ മോസ്റ്റ് ഒബീഡിയൻറ്റ് സെർവൻറ്റ് എന്നൊക്കെ പറയുന്ന ഇദ്ദേഹത്തെ കാണിക്കാൻ. സവർക്കർ 5 കത്തിൽ സവർക്കർ ഒരു സ്ഥലത്ത്, എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടതിൽ സൈനിൽ അദ്ദേഹം 5-ൽ 1 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും വളരെ കൃത്യമായി ഐ ബെഗ് മാത്രം നിർത്തിയിട്ടുണ്ട്. ഒബീഡിയൻ സെർവൻ്റ് എന്നുള്ള സാധനം വരുന്ന ഒരു കത്തിലുള്ള 5-ൽ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഗണേഷ് ദാമോദർ സവർക്കറുടെ ക്ലെമൻസി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഉണ്ടെന്ന് തോന്നുന്നു. ആ സെറ്റിൽ ഒരു 5, 6, 7 കത്തുകളുണ്ട്, 7-8 കത്തുകളുണ്ട്. അതിൽ 5 എണ്ണം സവർക്കർ നേരിട്ട് ചെയ്തതാണ്, ഒരു മടിയില്ല. സവർക്കർ അതിൻ്റെ കാരണവും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ഡാംഗയുടെ കത്തിലേക്ക് പോകാം. സവർക്കറിൻ്റെ കാരണം അയാൾ ആണായിരുന്നു. സവർക്കർ ആണായിരുന്നു, കമ്മ്യൂണിസ്റ്റുകളുണ്ടല്ലോ ആണായിരുന്നു. ദേശം ഇങ്ങനെ തുടിച്ച് നിൽക്കുകയായിരുന്നു ആ മനുഷ്യൻ്റെ ചങ്കിൽ, ആണായിരുന്നുണ്ട്. പുള്ളി എൻ്റെ കാരണം പറഞ്ഞു. ഞാൻ കാരണം വായിച്ചു കേൾപ്പിച്ചിട്ട് ഇതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ നിയമപരമായ പ്രശ്നങ്ങളും പിന്നെ ഇത് കാണിച്ച് രേഖപ്പെടുത്തി പറയുന്ന ഒരു രീതി മലയാളത്തിന് പരിചിതമല്ല. എനിക്ക് ആഗ്രഹമുള്ളത് ഒരു ദൃശ്യലേഖനവധി ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. മുഴുവൻ വായിച്ച് അത് മലയാളിക്ക് പരിചിതമല്ല. മലയാളിക്ക് 5 മിനിറ്റിൽ കേൾക്കണം. എൻ്റെ താഴെ വന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് പറയുമ്പോൾ ഇതൊന്നും വലിയ വിഷയങ്ങളാണ്. താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക. നിങ്ങൾക്ക് സവർക്കറുടെ മാപ്പപേക്ഷ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള സവർക്കർ ഷൂന്നൊക്കെയാണല്ലോ. നിങ്ങൾ കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന CPIയുടെ പോട്ടെ, CPIM അന്ന് ഈ കത്തിനെ പ്രതി പിളർന്നു. പുറത്തു വന്ന ഒരു CPIM ഉണ്ട്. അവർ തന്നെയാണ് ലോകസമക്ഷം പിന്നിത് വെച്ചത്. ബസവ പുന്നയ്യ CPIMൻ്റെ ഔദ്യോഗിക ഡോക്യുമെൻ്റ്, ജ്യോതി ബസു എഡിറ്റ് ചെയ്ത ഔദ്യോഗിക രേഖകൾക്ക് അത് ഈ അന്നത്തെ വിമർശനങ്ങൾ മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. EMS ഉൾപ്പെടെ ചേർന്ന് ഇതിനെതിരെ നടത്തുന്ന വിമർശനങ്ങൾ, ഇവരുടെ നീക്കങ്ങൾ, നാഷണൽ കൗൺസിലിലെ തർക്കങ്ങൾ, അതിനുശേഷം ഇവരുടെ റെസൊല്യൂഷൻ ഇവരെ പുറത്താക്കുന്നു. ഇവർ പിൻവാങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവരെ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒരു ജനുവരിയിൽ ഇവരെ കത്തിയിട്ടിട്ട് 3 മാസം വരെ അനങ്ങില്ല. മാർച്ച് ഏപ്രിലിലേക്ക് ഇതെല്ലാം നടന്നു. ഞാൻ പറഞ്ഞല്ലോ, CPIM ഫോം രൂപപ്പെട്ടു. അവർക്ക് വേണേൽ പറയാം ഞങ്ങൾ കത്തിനെ പ്രതി പുറത്തു വന്നു, ഞങ്ങൾക്ക് പങ്കില്ല. പക്ഷേ CPI എന്ത് പറയും? CPI 64 ശേഷം ഇന്നത്തെ ബിനോയ് വിശ്വം എന്ത് പറയും? ഇനി പറയട്ടെ, ഡാംഗയ്ക്ക് ഈ കത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ ഒരു കമ്മിറ്റി വെച്ചു. ഈ കത്തിൻ്റെ നിജസ്ഥിതി ഡാംഗിനെ സമ്പൂർണ്ണമായിട്ട് നിശ്ചയിച്ചു. ഡാംഗ അതിൻ്റെ അകത്തുള്ള ഈ പിരിഞ്ഞു വന്ന 32 പേര് വെച്ച് ബാക്കി 100-101 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ബാക്കി ഗണ്യമായ വിഭാഗം ഡാംഗെ അനുകൂലിച്ചവരാണ്. വലിയ വിധത്തിൽ സ്റ്റേറ്റ്മെൻറ്റുകളും വാദപ്രതിവാദങ്ങളും മാധ്യമ പ്രസ്താവങ്ങളും പത്രസമ്മേളനങ്ങളും കൊണ്ടുപോയതാണ്. അത്രയ്ക്ക് വലിയ അജിറ്റേഷൻ ആ കാലത്ത് നടന്നിട്ടുണ്ട്. ഇന്ത്യ ശരിക്കും ലജ്ജിച്ചിട്ടുണ്ട് ആ കാലത്ത്. അതിൽ ഞാൻ പറഞ്ഞ ഇത് അന്വേഷിക്കാൻ വെച്ച കമ്മിറ്റിയിൽ അച്യുതമേനോൻ ഉണ്ടായിരുന്നു. അച്യുതമേനോൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റി, അധികാരി ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ്. അധികാരിയും അച്യുതമേനോൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് അന്വേഷിച്ചിട്ട് ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറയുന്നത്.
ഈ 32 പേരുടെ ഗ്രൂപ്പ് ബസവ പുന്നയ്യ ഉൾപ്പെടെ മുമ്പോട്ട് വെച്ച ഗ്രൂപ്പ് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. ഈ പറയുന്നത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു സോവിയറ്റ് ആലോചിച്ച് നോക്കൂ, അവരിതൊരു ചൈനീസ് ഒരു ഈ പറഞ്ഞ പോലെ ഒരു അവരുടെ ചൈനീസ് കൃത്രിമത്വമാണ്, ചൈനീസ് കുതന്ത്രമാണ് എന്ന് പറയുന്ന ഒരു ചൈനീസ് പക്ഷപാതം, അവർ സോവിയറ്റ് പക്ഷപാതികളുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അതുകൊണ്ട് CPIക്ക് അതിന് മറുപടിയില്ല. ഇനിയും CPM എൻ്റെ പ്രശ്നമുള്ള CPM ഈ കത്ത് കിട്ടിയിട്ട് CPM എന്തുകൊണ്ടാണ് ഇന്നത്തെ CPMൻ്റെ ആൾക്കാർ എന്തുകൊണ്ടാണ് അതിന്മേൽ അടയിരുന്നത്? അവർ ഒതുക്കാൻ ശ്രമിച്ചവരാണ്. അവർക്കറിയാം ഇത് സവർക്കർക്കൊപ്പം വെച്ച് വായിക്കും, സവർക്കറേക്കാട്ടി ഭീകരമാണ്. സവർക്കർ ഒരു സ്ഥലത്തെ ബെഗ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒബീഡിയൻ സർവൻറ്റ് പറഞ്ഞുള്ളൂ. പിന്നെ കത്തിൻ്റെ കോണ്ടക്സ്റ്റ് എന്താ? ഞാൻ സവർക്കറെ കത്ത് പറയാം. സവർക്കർ 5 ക്ലെമൻസി, സഹോദരനെയും ഭാര്യയുടെ മാറി നിൽക്കട്ടെ. 5 ക്ലെമൻസി. ഒന്നാമത്തെ കാര്യം അദ്ദേഹം വൻകരയിലേക്ക് വരാനാ, ആൻഡമാൻസിലാണ്. അവിടുത്തെ റിഗറസ് ഇംപ്രിസൺമെൻറ്റിനെ പറ്റി ഡി ക്ലാസ് ഈ പറയുമ്പോൾ ഡാങ്കയും റിഗറസ്, ഞാൻ ആരതല്ല റിഗറസായി ഒന്നും ഞാൻ കണ്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ പിൻവലിക്കാം. സവർക്കർ 50 വർഷത്തേക്കാണ് ട്രാൻസ്പോർട്ടേഷൻ അദ്ദേഹത്തെ ഡിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന 50 വർഷത്തേക്ക്. ആലോചിച്ച് നോക്കൂ, 50 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട മനുഷ്യൻ 27 വർഷം ആർത്ഥത്തിൽ അദ്ദേഹം ജയിലിലും കിടന്നു. 14 വർഷം നേർക്ക് നേരെ, 13 വർഷം വീട്ടു തലങ്ങളിലും. മനസ്സിലായല്ലോ? ഈ ആദ്യത്തെ ഒരു കാലയളവിൽ 11 അദ്ദേഹം എത്തിയിട്ട് അദ്ദേഹം അനുഭവിച്ച യാതൊരു കയ്യും കണക്കുമില്ല. ഹൈബീഡിന് 1920 സഭയിൽ ഇത് ചോദിക്കുന്നുണ്ട്. സവർക്കറോട് ഇഷ്ടപ്പെട്ടായിട്ടില്ല. എന്തോ BJP ഗവൺമെൻറ് എന്ന് പറയുന്നത് കാലാപ്പാനി നിങ്ങൾ എന്തൊക്കെ കള്ളത്തരം കാണിക്കുന്നു, സവർക്കറുടെ മാപ്പവേഷം നിങ്ങളവിടെ നിന്ന് എടുത്തു മാറ്റി, നിങ്ങൾ പബ്ലിക്കേഷനിൽ നിന്ന് സവർക്കറുടെ കത്തുകൾ മാറ്റി. ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ഇത് പബ്ലിക്കേഷൻ്റെ ആ പുസ്തകത്തിനകത്ത് ഇപ്പോഴും ഉണ്ട്. മറ്റ് ആൻഡമാൻസിൽ പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളായിട്ടൊന്നും ഒരു ചെയ്തിട്ടില്ല. മാപ്പവേഷ പബ്ലിക് ഡൊമൈനിലുള്ള എല്ലാ സ്ഥലത്തും അത് മാപ്പവേഷ ഉണ്ട്. ഇനി സവർക്കർ ഇതിൻ്റെ കാരണമുണ്ട്. അതിൻ്റെ അകത്ത് ഇത് വലിയ ഗൗരവത്തിലാണ് ഹൈബ്രിഡിനൊക്കെ ചോദിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വിഷയമാണ്. സവർക്കറെ എങ്ങനെ കള്ളനാക്കാം, ഗവൺമെൻറ് ഈ സവർക്കർക്ക് കൊടുക്കുന്ന പ്രോമിനൻസ് ഈ പറഞ്ഞ പോലെ എങ്ങനെ സബ്വേർസീവായിട്ട് ഇതിനെ സവർക്കറെ വെച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമല്ലോ. സവർക്കറെ ചീത്ത വിളിക്കുമ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു വിഭാഗം ന്യൂനപക്ഷത്തിന് ഇഷ്ടപ്പെടും, കുറേ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടും. വലിയ ന്യൂനപക്ഷം ഈ തുറന്നു പറയാം, ഒരു 85-90 വരുന്നവരെ മുസ്ലിം ജനതയ്ക്ക് ഇഷ്ടപ്പെടും സവർക്കറെ പറയുമ്പോൾ. അങ്ങനെ ദേശീയവാദി ഹിന്ദുത്വവാദിയായിരുന്നു. അങ്ങേരുടെ ഹിന്ദുത്വം എന്താണെന്ന് അങ്ങേരുടെ ദീർഘകാല ട്രീറ്റേഴ്സുകൾ നിങ്ങൾ വായിച്ചു നോക്കൂ. എന്നിട്ട് പറയും. ഏറ്റവും അവസാനം കൊടുത്ത ഇൻ്റർവ്യൂ ഓർഗനൈസറിന് എടുത്ത് വായിച്ചു നോക്കൂ. 65 എടുത്ത് വായിച്ചു നോക്കൂ. അതിനുശേഷം 1 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുള്ളൂ. അപ്പം ഞാൻ പറയുമ്പം സവർക്കർ എന്തുകൊണ്ട് മാപ്പപേക്ഷ ചെയ്യുന്നു അദ്ദേഹം പറയും, എൻ്റെ ഒരു ടാക്റ്റിക്കായിരുന്നു. എൻ്റെ ഗുരു എൻ്റെ ഐഡിയലായ എൻ്റെ ആദർശ പുരുഷനായ വീരശിവജിയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് വീർ സവർക്കർ ദ മാൻ ഹു കുഡ് ഹാവ് പ്രിവെൻറ്റഡ് പാർട്ടീഷൻ എന്ന് പറയുന്ന, ഞാനൊക്കെ വലുതായിട്ട് ആദരിക്കുന്ന ഉദയ് മഹുർക്കർജിയുടെ ഉദയദാത എന്ന് വിളിക്കപ്പെടുന്ന വലിയ മാധ്യമപ്രവർത്തകനുണ്ട്. ഈ അക്ഷരാർത്ഥത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. തലനിരച്ചുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വളരെ പ്രഖ്യാതമായ പുസ്തകമാണ് വിക്രം സമ്പത്തിൻ്റെ പുസ്തകം വരുന്നതിന് സമാന്തരമായി തന്നെ വന്നതാണ്. അദ്ദേഹം ആവശ്യത്തിൽ മറാഠിയൻ കൂടെയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് സവർക്കർ ചെയ്യുന്നു. സവർക്കർ പറഞ്ഞാണ്, ഹി ഹാസ് ഡിസ്ക്രൈബ്ഡ് ഹിസ് മോട്ടീവ് ബിഹൈൻഡ് ദീസ് പെറ്റീഷൻസ് ഇൻ ഡീറ്റെയിൽ ഇൻ ഹിസ് മറാഠി ബുക്ക് ആൻഡമാൻചി അന്ധേരിതുൻ. അതായത് ഫ്രം ദ ഡാർക്ക്നെസ് ഓഫ് ആൻഡമാൻ എന്ന അദ്ദേഹത്തിൻ്റെ മറാഠ പുസ്തകമുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് സവർക്കർ അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനത്തിന് ശേഷമുള്ള കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞത്, സവർക്കർ ഹിംസെൽഫ് ഡിഡിൻ ട്രൈ ടു ഹൈഡ് ദീസ് ക്ലെമൻസി പെറ്റീഷൻ. അത് ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. ഡാങ്ക് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അച്യുതൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, എം എൻ ഗോവിന്ദൻ എന്താ അന്വേഷിച്ചത് എനിക്കറിയില്ല. അതിനകത്ത് പറയുന്നുണ്ട്, അത് മൈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫിൽ അതിനെപ്പറ്റി പറയുന്നത് ഹി സേസ് ഹി ട്രൈ ടു ഇംപ്രസ് ഹിസ് ഫെലോ പ്രിസണേഴ്സ് ബൈ ഗിവിംഗ് ദ എക്സാമ്പിൾ ഓഫ് ഛത്രപതി ശിവജി, ദ നാഷണൽ ഹീറോ ഹു ട്രൈഡ് ദ സെയിം റൂസ് തന്ത്രം ടു കം ഔട്ട് ഓഫ് ഔറംഗസേബ്സ് ക്യാപ്റ്റിവിറ്റി ഇൻ 1666. 1666 ഔറംഗസേബുമായിട്ട് ശിവജി വെക്കുന്ന ഒരു ട്രീറ്റി ഓഫ് പുരന്തർ എന്ന് പറയുന്നത്, അതായത് ഒരു കോട്ടയാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ രാജാ ജയ്സിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജനറലുമായിട്ട്, മിർസ രാജാ ജയ്സിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രജപുത്ര ജനറലുമായിട്ട് തന്ത്രപരമായിട്ട് ഉടമ്പടി ഉണ്ടാക്കും. ആ ഉടമ്പടി അന്ന് വരെ അദ്ദേഹത്തിൻ്റെ ഇത്ര കോട്ട വിട്ടുകൊടുക്കുകയും ഇവൻ നമ്മുടെ വീർ സാംഭാജി മഹാരാജ് എന്ന ബാലനായ സാംഭാജി മഹാരാജിനെ അദ്ദേഹത്തിൻ്റെ ഔറംഗസേബിൻ്റെ സർവീസിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെറിറ്റോറിയസ് ആയ ആ അർത്ഥത്തിൽ മിലിറ്ററിയിൽ ഒരു പൊസിഷനിൽ ഫോർ ദ ടൈമിങ് അദ്ദേഹം അത് ചേർത്ത് അത്തരത്തിൽ ഉടമ്പടി.
സിംഹം പതുങ്ങുന്നത് അത് തിരികെ ആക്രമിക്കണം, അത്രമാത്രമേ ഉള്ളൂ. അതാണെന്നോ സവർക്കറുടെ മാതൃക. സവർക്കറുടെ ഒന്നാമത്തെ ആദർശ പുരുഷൻ എപ്പോഴും ഒന്നാമത്തെ ആദർശ പുരുഷൻ ശിവജിയായിരുന്നു, രണ്ടാമത്തെ തിലകനായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് അതങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അദ്ദേഹം ആ ട്രീറ്റി ഓഫ് പുരന്ദറിനെ പറ്റി പറഞ്ഞത്. Savarkar also gave the example of Shivaji's treaty with Aurangzeb's General Mirza Raja Jai Singh, the Treaty of Purandar. When he was cornered by the Rajput general in 1665, the rationale behind Savarkar's thinking was that emerging victorious in a national battle was more important than anything else. എന്തിനേക്കാളും ഒരു ദേശീയമായ ഒരു വലിയ സമരം നടക്കുക, നമ്മൾ എന്ത് കുതന്ത്രത്തിലൂടെ പുറത്തു നമ്മൾ സമരത്തിൽ മങ്കിയാണ്, അതാ പറയുന്നത്. അദ്ദേഹം in a situation where you are in captivity, the only way to achieve your objective is to free yourself from the shackles of at any cost. At any cost. A die-hard follower of Shivaji Maharaj, Savarkar had been tried to flee British custody after his arrest. അദ്ദേഹം വരുമ്പോൾ തന്നെ അവിടുന്ന് കപ്പലിൽ നിന്ന് ടോയ്ലറ്റിൽ കൂടെ പുറത്തിയാടിയ മനുഷ്യനാണ്. അത്ര ധീരനായ മനുഷ്യനാണ്. മനസ്സിലായി ആ മനുഷ്യനെ ആ തീരത്തെ പറ്റി ആ മാർസൈൽസിൽ വെച്ചിട്ട് ഈ ഫ്രഞ്ച് അധീന പ്രദേശത്ത് വെച്ചിട്ട് ഈ ടോയ്ലറ്റിൻ്റെ അകത്ത് കയറിയിട്ട് അവിടുന്ന് പുറത്തിയാടുന്ന മനുഷ്യനാണ്. ആ ഹോളിൽ കൂടെ അവർ വെടിവെച്ചിട്ട് കരയ്ക്ക് കയറി ഇത് ചെയ്യും. ആ കാലത്ത് വലിയ വിഷയം ഉണ്ടായത്. ഫ്രഞ്ച് ബ്രിട്ടീഷ് വലിയ വിഷയമായിട്ട് മാറിയാണ്. അത് ഹേഗ് അവാർഡ് എന്നൊക്കെ പറഞ്ഞ വലിയ വിഷയമാണ് ചരിത്രത്തിൽ. ഫ്രഞ്ച് ഏരിയയിൽ ഇപ്പോൾ ഇവർ പിടിച്ചെടുക്കുന്നു, വലിയ രാജ്യാന്തര പ്രശ്നമാകുന്നു. ആ അർത്ഥത്തിൽ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് ആ കാലത്ത് ഫ്രഞ്ചിന് അധികാരിക്ക് സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ട്, അന്നത്തെ ഫ്രഞ്ച് പ്രധാനമന്ത്രിക്ക് അവിടുത്തെ. അതും കൂടെ അതിൻ്റെ പുറകിലുണ്ടെന്ന് ആ കാലത്ത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് അതിൻ്റെ പ്രദേശത്ത് വെച്ച് പുള്ളിയെ പിടിച്ചെടുക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് 1910 കാര്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ ആശയമായിരുന്നു. അതൊരു രാഷ്ട്രീയ ആശയമായിരുന്നു. ഏത് വിധേനയും പുറത്തെടുക്കുക, പങ്കുചേരുക. അദ്ദേഹം 15 മാസം തുടർച്ചയായി ഏകാന്തത്തോടെ 63 ദിവസം തുടർച്ചയായി സഭയിൽ ഗവൺമെൻറ് വെച്ച രേഖ പറയുന്നുണ്ട്. 63 ദിവസം തുടർച്ചയായി സവർക്കറെ നിർത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഭീകരമായ ഈ കാല് വരിഞ്ഞു കെട്ടി കൈ വരിഞ്ഞു കെട്ടി വ്യത്യസ്തങ്ങൾ അതെല്ലാം ആ കാലാപാനിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാലാപാനി മുഴുവൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, സവർക്കറെ മാത്രമല്ല. സവർക്കറുടെ അനുജൻ അതിന് തൊട്ടുമുമ്പ് വന്നാണ്, ഗണേശ് ദാമോദർ സവർക്കർ തൊട്ടുമുമ്പ് വന്നാണ്. അദ്ദേഹം ഇതിലും ക്രൂരമായ ഇതിങ്ങനെ തന്നെ വിധേയനാക്കപ്പെട്ട ആളാണ്. ഈ രണ്ടുപേരോടും തീർത്താൽ തീരാത്ത പക ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുണ്ടായിരുന്നു, രാജിനുണ്ടായിരുന്നു. അതൊരു വലിയൊരു ആശയത്തിൻ്റെ പ്രശ്നവും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗൗരവമായ വിഷയമാണ്. ഇത് ഗംഭീരമായ വിഷയമാണ്. നിങ്ങളിത് നിർത്തിപ്പോകാൻ സർവ്വസാധ്യതയുണ്ട്. ഞാനൊരു കാര്യം കൂടി പറയാം. 1905-1906 എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ സെഷൻ, ലാഹോർ സെഷൻ്റെ ചെയർ ചെയ്തിരുന്ന ചന്ദ്രവർക്കറുണ്ട്. ആ കാലത്ത് 1905-1906 കാലത്ത്, ഇതേ കാലത്ത് ഈ ചന്ദ്രവർക്കർ എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റിസിൻ്റെ കാര്യം മോത്തിലാൽ നെഹ്റു ഹാരോയിൽ പഠിക്കുക. ലണ്ടനിൽ ഹാരോയിൽ പഠിക്കുക. വെള്ളിക്കരണ്ടി ജനിച്ചു വിടാൻ നെഹ്റു, അത് തെറ്റൊന്നുമില്ല. മഹാനായ ഈ പറഞ്ഞ പോലെ പരംപൂജ്യ ഡോക്ടർ ജിയും നെഹ്റു ഒറ്റ വർഷം ജനിച്ചവരാണ്. ഞാൻ വെറുതെ സമാനതകൾ വരയ്ക്കുകയല്ല. ഹാരോയിൽ ഈ ചന്ദ്രവർക്കറിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. അത്ര മഹാനായ മനുഷ്യർ കണ്ടു. ഈ ചന്ദ്രവർക്കർ കോൺഗ്രസിൻ്റെ ഒരു സെഷൻ ചെയർ ചെയ്തിട്ടുണ്ട്. മോത്തിലാൽ നെഹ്റുവിനൊക്കെ പ്രോമിനൻസ് ഉള്ള, ദാദാഭായ് നവറോജിക്കൊക്കെ പ്രോമിനൻസ് ഉള്ള ഒരു കാലത്ത് ഈ ചന്ദ്രവർക്കർ ചെയർ ചെയ്തിട്ടുണ്ട്. 901 അദ്ദേഹം 1885 കോൺഗ്രസ് രൂപീകരിക്കുന്ന കാലത്ത് ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 901 തോന്നുന്നു, എൻ്റെ വർഷം തെറ്റാം, സംശയം. ഈ ചന്ദ്രവർക്കർ മഹാദേവ് ഗോവിന്ദറാനടയ്ക്ക് ശേഷം ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ഈ ലോ കഴിഞ്ഞ ശേഷം പ്രാർത്ഥനാ സമാജം കൈകാര്യം ചെയ്താലും ക്രിസ്ത്യാനിറ്റി അഡ്വക്കേറ്റ് ചെയ്താലും അങ്ങനെ ഈ റിലീജിയസ് മൂവ്മെൻറ്റ്സ് ഓഫ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു പ്രഖ്യാത പുസ്തകത്തിൽ അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ഈ ചന്ദ്രവർക്കറായിരുന്നു സവർക്കറുടെ കേസിലെ 2 ബ്രിട്ടീഷ് ജഡ്ജിമാർ കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഈ ചന്ദ്രവർക്കറായിരുന്നു പലരും പറയുന്നത്. ഇതിന് ചരിത്രകാരന്മാർ പറയുന്നത് ചന്ദ്രവർക്കർക്കായിരുന്നു ഈ 25 വർഷത്തിൽ നിർത്താവുന്നതേ ഉള്ളായിരുന്നു. എന്നാൽ സവർക്കർ എവിടെയോ നടന്നൊരു സാധനം നാസിക്കിലാണ് നടന്നത്. സവർക്കർ അവിടെയാണ്. നേർക്ക് നേരെ സവർക്കർ ഒന്നും ചെയ്തിട്ടില്ല. ആ അവരെ നേർക്ക് നേരെ ചെയ്ത ഒരു കുട്ടിയാണ്. അവരെ ഈ പറഞ്ഞ പോലെ അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ 2 പേരെ ഒരുമിച്ച് തൂക്കുന്നു. സവർക്കർ ഇതൊന്നും അറിഞ്ഞ കാര്യമല്ല. അതിന് എത്രയോ മുമ്പ് സവർക്കർ ആയുധം അയച്ചു കൊടുത്തിട്ടുണ്ട്. സവർക്കറിൽ പ്രേരിതനായിട്ടുണ്ട്. അഭിനവ ഭാരതിയുടെ സ്വാധീനമുള്ളവരാണ്. 25 വർഷത്തിൽ തീരാവുന്ന 25 വർഷം പോലും ഞങ്ങളൊരു സാധനം സവർക്കർ ചെയ്തിട്ടില്ല. സവർക്കർ ആ സമയത്ത് ലണ്ടനിലാണ്. പക്ഷേ 25 വരുന്നിടത്ത് ഈ ചന്ദ്രവർക്കർക്ക് പങ്കുണ്ട്. ഞാൻ പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന 1985 തൊട്ട് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന
പ്രാർത്ഥനാ സമയത്തിൻ്റെ ഈ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് ഉള്ള ആൾ സർ പദവി തൊട്ടടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നുമുണ്ട്. ഈ സവർക്കർ ഞാൻ പറയും എല്ലാ വിചാരണ തടവുകാരെയും പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെയും വിടുമ്പോഴും സവർക്കർ സഹോദരന്മാരെ വിടില്ല. ഈ കത്തിൻ്റെ പ്രധാന ഉള്ളടക്കങ്ങൾ, സവർക്കറുടെ കത്തിൻ്റെ ഉള്ളടക്കങ്ങളുടെ സ്വഭാവം പറയാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ചന്ദവർക്കറുടെ പേര് ഓർത്തു വെച്ചോളൂ. കോൺഗ്രസ്സുകാരനായിരുന്നു. മോത്തിലാൽ നെഹ്റു മോനോട് മാതൃകയാക്കാൻ പറയുന്നു. 1910 ഇങ്ങേർക്ക് നമ്മുടെ മഹാനായ സവർക്കർക്ക് 50 വർഷത്തെ തടവ് വിധിക്കുന്നത് ചന്ദവർക്കറുടെ പങ്ക് അത്ര വലുതാണ്. 25-15 നിൽക്കാവുന്ന അങ്ങോട്ടാക്കി ചന്ദവർക്കറുടെ പങ്കുണ്ടെന്ന് ചരിത്രകാരന്മാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും അതൊരു വിഷയം അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. ചന്ദവർക്കർ മറന്നു പോകണ്ട. ആ ചീഫ് ജസ്റ്റിസ് ചന്ദവർക്കർ സർ പദവി കിട്ടി. അദ്ദേഹത്തിൻ്റെ മകനും സർ പദവിയായും സ്വാതന്ത്ര്യാനന്തരവും സർ പദവിയും കൊണ്ട് മകനും ഇവിടെ വിലസിയിട്ടുണ്ട്. തിലകനെ വിധിച്ചവരെയും തിലകനെ ബർമയിലേക്ക് നാട് കടത്താൻ വിധിച്ച ജഡ്ജിയും ഇന്ത്യൻ ജഡ്ജായിരുന്നു. അയാൾക്കും ഈ പറഞ്ഞ പോലെ സർ പദവി ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടുപേരുമായിരുന്നു ഇവർക്ക് പ്രധാന ശത്രുക്കൾ, ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തിയിരുന്നവർ. അത്ര വലിയ ആളാണ്, അല്ലാതെ ചെറിയ പുള്ളിയല്ല. അതേസമയം ഡാങ്കയുടെ കേസിൽ ഇതൊരു വെറൊരു പുഴുവാണ്. ഇയാൾക്കൊരു റവല്യൂഷണറി മെറ്റീരിയൽ എന്ന് ബ്രിട്ടീഷ് CIDs പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഡാങ്കയിൽ ഒരു സാധനമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ സവർക്കർ 5 കത്തുകൾ, ഒന്നാമത്തെ കത്ത് വൻകരയിലേക്ക് കൊണ്ടുവരാനാണ്. ഭാര്യയെ കാണുന്നില്ല, കുടുംബത്തെ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. ഞാൻ റിഗ്രസ് ആയി ഇംപ്രിസൺമെൻറ്റ് കഷ്ടപ്പാടിൻ്റെ അകത്ത് ഇതെങ്കിലും ഒരു നല്ലതാണ്. എന്നെ കഷ്ടപ്പാടെന്ന് ഒഴിവാക്കാണെന്നും അദ്ദേഹം പറയുന്നില്ല. എനിക്ക് വൻകരയിലേക്ക് വരും. എനിക്ക് നിയമപരമായി ഇന്ത്യൻ കോടതിയിലാണ് നിയമപരമായി കുറച്ചുകൂടെ ചില കാര്യങ്ങൾ കിട്ടും. എനിക്ക് റെമിഷൻ കിട്ടും, കുറേ ഇളവുകൾ കിട്ടും. മറ്റേ വർഷത്തിലൊരിക്കലും ഒരു കത്ത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് കുറച്ച് ഈ ആൻഡമാൻസിൽ തന്നെ ഈ കുടുംബത്തെ കൊണ്ടുവന്ന് പുറത്തേക്ക് പോകാത്ത കൺഫൈൻമെൻറ്റിൽ തന്നെ താമസിക്കാനുള്ള വ്യവസ്ഥയൊക്കെ ഉണ്ട്. അതൊന്നും പുള്ളിക്ക് കിട്ടുന്നില്ല ഇവിടെയാണെങ്കിൽ പോലും. അപ്പോൾ പുള്ളി കാങ്കരയിൽ ചെന്ന് ഇത്തരം കുറച്ച് വളരെയധികം ഇളവുകളുണ്ട്. ഒന്നാമത്തെ കത്ത് അതിനാണ്. രണ്ടാമത്തെ കത്ത് 1914 1913 ഇവിടുത്തെ ചരിത്രകാരന്മാർ പറഞ്ഞുള്ളത് അദ്ദേഹം ഇന്ത്യയിലിരിക്കുമ്പോൾ, അദ്ദേഹം ആൻഡമാൻസിലിരിക്കുമ്പോഴാണ് ഒന്നാമത്തെ കത്ത് എഴുതുന്നത്. ഇത് വായിച്ചിട്ടില്ല, നമ്മുടെ ചരിത്രകാരന്മാർ പറഞ്ഞത് വായിച്ചിട്ടില്ല. 5 കത്ത് സവർക്കറുടെ മാത്രമുണ്ട്. ഒന്നും മടിയില്ല പറയുക. സവർക്കറുടെ സംഭവം എല്ലാ ഗ്രന്ഥാവലിയിലും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. RC മജുംദാർ ഔദ്യോഗികമായി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ പറയാം. അതാണ് ഒരു ഗവൺമെൻറ് ഗസറ്റിയറിൻ്റെ അകത്ത് അത് വന്നിരിക്കുന്നത്. ഹൈബീഡിൻ്റെ ചോദ്യം അവിടെ നിന്നാണ് വരുന്നത്. അതിൽ നിന്ന് നിങ്ങൾ റിമൂവ് ചെയ്യുന്നില്ല. ആലോചിച്ച് നോക്കും. ഒരു മിനിമം രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് എനിക്കിത് പറയുമ്പോഴും ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്ന ഒരാളെ, ഈ അർത്ഥത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ജയിലിൽ കിടന്ന ഒരാൾക്കെതിരെ പറയാൻ വിഷമമുണ്ട്. ഇതുകൂടെ ഞാൻ പറയാം. അത് ഡാങ്കയാണെങ്കിലും അത്ര എതിർപ്പുള്ള കമ്മ്യൂണിസ്റ്റുകളാണെങ്കിൽ പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഛവിയിലുള്ള ഒരു കാരണത്തിന് വേണ്ടി കടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ കമ്മ്യൂണിസ്റ്റുകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചായി വിശ്വസിക്കുന്ന ആളല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ധാരാളം കാരണങ്ങളെ ഞാൻ പറഞ്ഞു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും പ്രവർത്തിച്ച കാലത്ത് അവർ ചെയ്തിട്ടുണ്ട്. അത് തന്നെ 1925 ഈ ഫാക്ഷൻ, ഇതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിസ്റ്റുകളെ മാത്രം പ്രവർത്തിച്ച ഗ്രൂപ്പ്, ഈ കേസ് തന്നെ ബോൾഷെവിക് കോൺസ്പിറസി, ഒരു ബോൾഷെവിക് വിപ്ലവം നടന്നിരിക്കുന്നത് റഷ്യയിൽ. അതിനുശേഷം അവരൊരു കോമിൻറ്റൻ്റ്, ഒരു 1919 കോമിൻറ്റൻ്റ്, രാജ്യാന്തര വിപ്ലവത്തിന് വേണ്ടി, കോളനിയൽ വിപ്ലവത്തിന് വേണ്ടി കോമിൻറ്റൻ്റ് രൂപീകരിക്കുന്നു. അതിൻ്റെ പദ്ധതികൾ ഇന്ത്യയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പിൽക്കാലത്ത് ഒരു വലിയ പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ എന്ന് പറഞ്ഞാൽ അന്നത്തെ CID ഓഫീസറെ അത് പബ്ലിഷ് ചെയ്തു. അന്നത്തെ മുഴുവൻ ഡോക്യുമെൻറ്റുകളും വെച്ചിട്ട് അവരെ സംബന്ധിച്ച് ഒരു ബോൾഷെവിക് കോൺസ്പിറസി ആയിരുന്നു. ഭാരതത്തിൽ ബ്രിട്ടീഷ് അധികാരികളെ പറിച്ചിട്ട് വിപ്ലവം ഉണ്ടാക്കി. അതിനെ ആ പദ്ധതി ഭാഗമായിട്ട് ഡാങ്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഡാങ്കെ ഇപ്പം റോയി ഉണ്ട്. റോയി എന്ന് ഇന്ത്യയിലെ റോയി കിട്ടുന്നില്ല. ഒപ്പം മുസാഫർ അഹമ്മദ് ഉണ്ട്. വേറെ 3-4 പേരാണ്. നാളെ ഗുപ്തയുണ്ട്. 24 അറസ്റ്റ് ചെയ്യപ്പെട്ട അല്പമാസങ്ങൾക്ക് അപ്പോൾ തന്നെ ഡാങ്കയ്ക്ക് വിഷമമായി. കാൺപൂരാണ് കിടക്കുന്നത്. ഇത് കാൺപൂർ കോൺസ്പിറസി എന്ന് പറയുന്നത്. കാൺപൂർ അപ്പർ പ്രൊവിൻസ് ആണ്, ഇന്നത്തെ UP ആണ്. അവിടുന്ന് പുള്ളി മറാഠക്കാരനാണ്. പുള്ളിക്ക് മറാഠയിലേക്കുള്ള ഒന്നാമത്തെ കത്ത് ഇതാണ്. അത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കാൺപൂരിന് അയക്കുന്ന ഒന്നാമത്തെ കത്ത് 24 മെയ് 1924 1924 കേസ് വിധിച്ചിരിക്കുന്നത് അറിയാമല്ലോ. തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകണം, സ്വന്തം നാട്ടിലേക്ക് പോകണം. എനിക്ക് ക്ലൈമറ്റ് പറ്റുന്നില്ല, ഇവിടെ ഭാഷ പറ്റുന്നില്ല, അവിടെ എൻ്റെ വീട്ടുകാരെ കാണാം. മനസ്സിലായില്ലേ? അവരെല്ലാം ബോംബെയിലാണ്. അവരെ എനിക്ക് കാണാം. അത് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് യുവർ ഒബീഡിയൻറ്റ് സെർവൻറ്റ്. ഞാനത് പറ്റുന്നത്രയും കാണിക്കാൻ പറ്റുന്നത് കാണിക്കാം. യുവർ ഒബീഡിയൻറ്റ് സെർവൻറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ കത്ത് തന്നെ 4 കത്തുണ്ട് ഡാങ്കയുടെ. രണ്ടാമത്തെ കത്ത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കാൺപൂരിനാണ്. ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു അണ്ടർടേക്കിംഗ് തരാം, ഞങ്ങൾ രണ്ടുപേരും. അന്നത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ നളിനി ഭൂഷൺ ദാസ് ഗുപ്ത എന്ന് പറഞ്ഞ ആളുണ്ട്. ആളും തയ്യാറായിട്ട്, പക്ഷേ മുസാഫർ അഹമ്മദിനെ പോലുള്ളവർ തയ്യാറായിട്ടില്ല. അത് ഉള്ളത് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകണം. ഈ മുസാഫർ അഹമ്മദിനെ പറ്റി വേറെ കഥകളുണ്ട്, നമുക്ക് പിന്നീട് പറയാം. കമ്മ്യൂണിസ്റ്റുകളെ പറ്റി ഒത്തിരി കഥകൾ ധാരാളം പറയാനുണ്ട്. നിങ്ങളാരും അറിഞ്ഞിട്ടില്ലാത്ത കഥ, നല്ല രസകരമായ കഥകൾ, ലോക കഥകൾ. വി ആർ വില്ലിംഗ് ടു ഗിവ് ആൻ അണ്ടർടേക്കിംഗ് ഇൻ ഗവൺമെൻറ് നോട്ട് ടു കമ്മിറ്റ് എനി മോർ ഒഫൻസസ്. ഞങ്ങളിനി ഒഫൻസസ് ഒന്നും തയ്യാറല്ല. ഞങ്ങൾ ഇത്തരം ഞങ്ങളുടെ മുൻകാല ചെയ്തികൾ അവസാനിപ്പിക്കാമെന്ന് അണ്ടർടേക്കിംഗ് തരാം. വി ആർ അണ്ടർഗോയിങ് സഫറിങ് വിച്ച് വി കനോട്ട് സസ്റ്റെയിൻ. അത് ഞാൻ കുറേ അന്വേഷിച്ച് പോയിട്ടുണ്ട്.
ഇവരെത്രയാണ് ഈ ഒരു 3 മാസം കൊണ്ട് എത്ര റിഗറസ് ആയി ഇവർ കടന്നുപോയി എന്ന് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്ര കഷ്ടപ്പെടുന്നു, ഞങ്ങളെ പുറത്തു വിടുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ വി ഷാൽ ബി പേഴ്സണലി താങ്ക്ഫുൾ ടു ഇഫ് വി വിൽ അറേഞ്ച് വിത്ത് ഗവൺമെൻറ് ഫോർ യുവർ പെറ്റീഷൻ ബീയിങ് ഗ്രാൻഡ്. ഞങ്ങളെ പുറത്തു വിടുകയും ഞങ്ങളെ റിലീസ് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുകയാണ്. ഞങ്ങളിനി മറ്റു മോശപ്രവൃത്തികളിൽ ഇടപെടില്ല, ആ അർത്ഥത്തിൽ പുള്ളി പറയുക. അതിന് വി ആർ യുവർ ഒബീഡിയൻറ്റ് സെർവൻസ്, ഈ രണ്ടുപേരുടെ പേരുണ്ട്. വി ആർ യുവർ ഒബീഡിയൻറ്റ് സെർവൻറ്റ്. ഞാൻ 2ാമത്തെ കത്തിലും വീണ്ടും ഒബീഡിയൻറ്റ് സെർവൻ്റാണ്. 3ാമത്തെ കത്ത് ഇത് റെഫർ ചെയ്തുകൊണ്ട് ഈ അന്നത്തെ സെക്രട്ടറി ടു ഗവൺമെൻറ്, UPയുടെ സെക്രട്ടറി ടു ഗവൺമെൻറ് സെക്രട്ടറി, അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പൊളിറ്റിക്കൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിക്ക് അയക്കുന്ന ഈ ഒരു ഇങ്ങേറെ പെറ്റീഷനെ റെഫർ ചെയ്തു, ഡാങ്കയുടെ പെറ്റീഷനെ റെഫർ ചെയ്തുകൊണ്ട് അയക്കുന്ന കത്തിലും ഈ കത്ത് ഞാൻ പറയുന്നത് മറ്റൊന്നിനു വേണ്ടിയില്ല. അന്നത്തെ ഒരു ഭാഷ ഇങ്ങനെയായിരുന്നു. 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ എഴുതുന്ന കത്ത്, അല്ലാതെ ഇവിടുത്തെ സെക്രട്ടറി അപ്പർ പ്രൊവിൻസിലെ UPയിലെ സെക്രട്ടറി ബെന്നറ്റ് അന്നത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറിക്ക് അയക്കുന്ന കത്തിൽ, ഹോം ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിക്ക് അയക്കുന്ന, പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിക്ക് അയക്കുന്ന കത്തിലും ഔദ്യോഗിക ഭാഷ I have the honor to be, sir, your most obedient servant. അതൊരു ഭാഷയായിരുന്നു, ഔദ്യോഗികം. അവർ 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ നടത്തുമ്പോൾ പോലും യുവർ മോസ്റ്റ് ഒബീഡിയൻറ്റ് സെർവൻറ്റ്. ഇതൊരു ഭാഷയായിരുന്നു. ഇത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ്. അത് സവർക്കർ ചെയ്യുമ്പോൾ അത് മോശവും, അത് സവർക്കർ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. ഞാൻ 5 സവർക്കർ നേരെ എഴുതി 5 സവർക്കർ ഒരു ബാരിസ്റ്ററായിരുന്നു, അദ്ദേഹത്തിന് നിയമപരമായ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അതിൽ ഞാൻ 2ാമത്തെ ഒരെണ്ണം കണ്ടെത്തി എന്നോട് ആരെങ്കിലും പറഞ്ഞ് ഞാൻ സമ്മതിക്കും. ഞാൻ 5 കത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ അദ്ദേഹം ഒബീഡിയൻറ്റ് സെർവൻ്റ് എന്ന് ഉപയോഗിച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഐ ബെഗ് ടു അടുത്തത് ആ ഡാങ്ക അയക്കുന്നത് ഗവർണർ ജനറലിന് അയക്കുന്ന കത്തിലാണ്. എ പ്രെയർ ഫോർ ദ റെമിഷൻ ഓഫ് മൈ സെൻറ്റൻസ് ഫോർ ഫോളോയിങ്, ഇന്ന കാരണങ്ങൾ എനിക്ക് കാല ഇളവ് തരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ കുറേ കാരണങ്ങൾ പറഞ്ഞു. ഞാൻ പ്രസക്തമായത് പറയാം. അവിടെയാണ് ഞാൻ രാഷ്ട്രീയ ഏജൻ്റായി മാറാവുന്ന ധ്വനിപ്പിക്കുന്ന നേരത്തിൽ പുള്ളി പറഞ്ഞായിട്ട് പറയും. പിൽക്കാലത്ത് ഇൻ്റലിജൻസ് ഓഫീസർമാരെ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പശ്ചാത്തലം വരുന്ന പ്രധാന സ്ഥലം അവിടെയാണ്. അദ്ദേഹം പറയുകയാണ്, മുമ്പ് എന്നെ MN റോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നെ ചർച്ച ചെയ്യാൻ വിളിക്കുമ്പോൾ അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് മിസ്റ്റർ ശിവായിട്ട് പറയുന്നുണ്ട്, യു ഹോൾഡ് an exceptionally influential position in certain circles here and abroad. താങ്കൾ ഇന്ത്യയിലും പുറത്തും ധാരാളം അങ്ങനെ സ്വാധീനമുള്ള ഒരാളാണ്. Government would be glad if this position would be of some use to them. ഗവൺമെൻറ് ഇഷ്ടമാണ്, ഗവൺമെൻറ് താല്പര്യമുണ്ട്, ഇത് അവർക്ക് ഗുണകരമായ തരത്തിൽ അങ്ങ് ഉപയോഗിക്കുമെങ്കിൽ എന്ന് മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന പുള്ളി ഓർത്തെടുക്കുക കത്തിൽ. അതായത് വൈസ്രോയിയുടെ ഈ പറഞ്ഞ പോലെ ഗവർണർ ജനറലിന് അയക്കുന്ന കത്തിലേക്ക് ഇത് ഓർത്തെടുത്ത് അത് പറയുന്നതിൻ്റെ പശ്ചാത്തലം ഇത് പറഞ്ഞിട്ട് പുള്ളി പറയാണ്, ഒരു അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് പുള്ളിയോട് അങ്ങോട്ട് ഇത് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. ഇത് തൊട്ട് മുമ്പത്തെ മാസങ്ങളിൽ നടന്ന കാര്യമല്ല, ഒത്തിരി മുമ്പല്ല. അപ്പോൾ ഗവൺമെൻറ് വുഡ് ബി ഗ്ലാഡ് ഇഫ് ദിസ് പൊസിഷൻ വുഡ് ബി ഓഫ് സം യൂസ് ടു ദം. ഐ തിങ്ക് ഐ സ്റ്റിൽ ഹോൾഡ് ദാറ്റ് പൊസിഷൻ. ഞാൻ ഇപ്പോഴും അത്രയും സ്വാധീനത്തിൽ തന്നെയാണ്, അത്രയും സ്വാധീനമുള്ള ആളാണ്. അപ്പം ഞാൻ എന്നെ ഇങ്ങനെ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടോട് ഞാൻ കുറച്ചുകൂടെ അറിയപ്പെടുന്ന ആളും സ്വാധീനമുള്ള ആളായി മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ പറ്റും അന്ന് പറഞ്ഞത്. അതാ പറയാം, ഇഫ് യുവർ എക്സലൻസ് ഈസ് പ്ലീസ് ടു think that I should use that position for the good of your excellency's government. അങ്ങനെ കരുതണം എന്ന് പറയുകയാണ്. If you excellency അങ്ങനെ ചിന്തിക്കൂ, I should be glad to do so. അങ്ങനെ ചിന്തിക്കുമെങ്കിൽ ഞാനത് ചെയ്യാൻ തയ്യാറാണ്, ഗവൺമെൻറ്റിനെ സഹായിക്കാൻ. യുവർ എക്സലൻസീസ് ഇഫ് ഐ ആം ഗിവൺ ദോ, എനിക്ക് ആ ഒരു അവസരം തരുമെങ്കിൽ ഞാനതിന് തയ്യാറാണ്, ഗവൺമെൻറ്റിൻ്റെ ഒപ്പം സഹകരിക്കാൻ തയ്യാറാണ്. അത് ഇത് വിഘടിച്ച് ഇത് കത്ത് പുറത്തുകൊണ്ട് ഗൗരവമായി അവർ ആരോപിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റ് ആയിരുന്നു എന്നുള്ളത്. ജയിലിൽ കിടക്കുമ്പോൾ സെല്ലിൽ കിടക്കുമ്പോൾ ആ കേസിനിടുന്ന ഈ കേസിനിടുന്ന് അകത്തുനിന്ന് വാർത്തകൾ ചോർത്താനുള്ള അവരൊരു സ്പൈ വർക്കായിട്ട് വെച്ച് ഇവർ യുവർ എക്സലൻസി ഗ്രാൻഡിങ് മൈ പ്രെയർ ഫോർ റിലീസ് അത് പറയുന്നുണ്ട്. അത് എന്നിട്ട് പറയുകയാണ് പുള്ളി, എന്നെ 4 വർഷത്തേക്കാണ് ശിക്ഷിച്ചിരിക്കുന്നത്. അത്രയും 4 വർഷമൊന്നും വേണ്ട. അടുത്ത അദ്ദേഹം പറയുന്നതാണ്, ഐ ആം ഗിവൺ ദ പണിഷ്മെൻറ്റ് ഓഫ് 4 years. ദോസ് ഇയേഴ്സ് മേ ബ്രിങ് എ സല്യൂട്ടറി ചേഞ്ച് ഇൻ മൈ ഈ ആറ്റിറ്റ്യൂഡ്സ് വേഴ്സ്. അത് 4 വർഷം കൊണ്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുമെന്നുള്ളതാണ് ഇതിൻ്റെ സങ്കല്പം. അത്രയൊന്നും വേണ്ട. പുള്ളി പറയുന്ന അടുത്ത വാചകങ്ങൾ ഞാൻ അർത്ഥത്തിലെടുക്കും, ഇതായാലും നിങ്ങൾക്ക് വ്യാഖ്യാനിച്ച് മാറ്റാൻ വേണമെങ്കിൽ ഈ പദാനുപതി എടുക്കുമ്പോൾ അർത്ഥഭേദം തോന്നാം. പക്ഷേ ഐ ബെഗ് ടു ഇൻഫോം യുവർ എക്സലൻസ് ദാറ്റ് ദോസ് ഇയേഴ്സ് ആണ്, അത്രയും കാലമൊന്നും വേണ്ട. അല്ലാതെ ഐ ഹാവ് നെവർ ബീൻ പോസിറ്റീവ്ലി ഡിസ്ലോയൽ, ഞാൻ ഒരിക്കലും ഡിസ്ലോയൽ ആകില്ല. ഹിസ് മെജസ്റ്റി ആൻഡ് മീൻ മൈ റൈറ്റിംഗ്സ്, എൻ്റെ എഴുത്തിലോ പ്രസംഗത്തിലോ, എൻ്റെ നോർ ഐ ഡു ഇൻറ്റൻറ്റ് ടു ബി സോ ഇൻ ഫ്യൂച്ചർ, ഭാവിയിലും
ഞാൻ ഒരിക്കലും അങ്ങനെ ആകില്ലെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. ഹോപ്പിംഗ് ദാറ്റ് ദിസ് അണ്ടർടേക്കിംഗ് വിൽ സാറ്റിസ്ഫൈ ആൻഡ് മൂവ് യുവർ എക്സലൻസി ടു ഗ്രാൻഡ് മൈ പ്രെയർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഐ ബെഗ് ടു റിമെയിൻ, അവിടെയാണ് ഐ ബെഗ് ടു റിമെയിൻ യുവർ എക്സലൻസീസ് മോസ്റ്റ് ഒബീഡിയൻറ്റ് സെർവൻറ്റ് ശ്രീപദ് അഹമ്മദ് ഡാങ്കെ. അതായത് ഐ ബെഗ് ടു റിമൈൻ യുവർ എക്സലൻസീസ് മോസ്റ്റ് ഒബീഡിയൻറ്റ് സെർവൻറ്റ്. ഡാങ്കെ ഓരോ കത്തിലും അത് തന്നെയാണ്. നമ്മൾ ഈ പറയുമ്പോൾ ഇത് പറയുമ്പോൾ വിഷമമുണ്ട്. ഞാൻ പറയില്ലേ, ഇത് നമ്മളൊരു ഒരു 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 ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പറ്റി നമ്മളത് പറയുന്നത്, കൺഫൈൻമെൻറ്റിൽ കിടക്കുന്നു. നിങ്ങൾക്ക് സവർക്കറെ നിങ്ങളിങ്ങനെ ആരോപിച്ചുകൊണ്ടോ ഞാനിത് പറയുന്നത്? ഇതും അറിയണം. സജീന്ദ്ര സന്യാൽ ചെയ്തിട്ടുണ്ട്, എത്രയോ പേര് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഒലിപ്പീരുണ്ട്, മറ്റാരും കത്തിലും കാണാത്തൊരു ഈ പച്ചയ്ക്ക് പറഞ്ഞ ഒരു ഒലിപ്പീരുണ്ട്. ഞാൻ ഗവൺമെൻറ് അതിൻ്റെ ഒരു ഡ്യൂപ്ലിസിറ്റി ഉണ്ട്. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകൾക്ക് ലോകത്തുണ്ടായിരുന്നു. ലോകത്ത് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് പറയുന്നതല്ല, ഇത് പൊതുവിലുണ്ട്. ഞാൻ പൊതുവിൽ അവരുടെ താത്വികതയുടെ ഭാഗമാണ് അത്. ആ കത്ത് അതിനുശേഷം നാലാമത്തെ കത്തിൽ ഈ പറഞ്ഞ പോലെ ഗവർണർ ജനറൽക്ക് വീണ്ടും ഓർപ്പിക്കുകയാണ്. അല്പകാലം കൊണ്ട് കഴിഞ്ഞിട്ട് 3 മാസത്തിന് ശേഷം 24 തന്നെ അങ്ങ് ഈ കത്ത് മൈ അപ്പീൽ ഹാവിങ് നൗ ബീൻ ഡിസ്മിസ്, അത് ഗവൺമെൻറ് നിരാകരിച്ചു. അന്ന് ജയിലിൽ നിന്ന് മാറ്റാൻ പറഞ്ഞിട്ടും ഗവൺമെൻറ് അംഗീകരിച്ചില്ല. ഗവൺമെൻറ് അവിടുന്ന് കാൺപൂരിൽ നിന്ന് സീതാപൂരിലേക്ക് മാറ്റി. ഇതെല്ലാം പിന്നെ സീതാപൂരിൽ നിന്ന് എഴുതുന്നതാണ്. ഐ ബെഗ് ടു ബ്രിങ് ദ സെയിം പെറ്റീഷൻ ടു യുവർ എക്സലൻസീസ് നോട്ടീസ് ഫോർ കൺസിഡറേഷൻ ആൻഡ് അവൈറ്റ് ഫർ. ഞാൻ വീണ്ടും ആ കത്ത് അത് അദ്ദേഹം ഒന്നുകൂടെ തൊട്ട് മുമ്പ് അയച്ച എന്നെ ഇത്രയും കാലം കിടത്തണം, ഞാൻ അല്ലാതെ എന്നെ മാറിയിരിക്കും, ഞാൻ ഗവൺമെൻറ് ഏജൻ്റ് ആകാമെന്ന് ധ്വനിപ്പിക്കുന്ന കത്ത് വീണ്ടും കൊടുക്കുന്നു ഗവൺമെൻറ്. അതാണ് കത്ത്. അവിടെയും യുവർ ഒബീഡിയൻറ്റ് സെർവൻ്റ് എന്ന് ഉപയോഗിക്കും. ഐ ബെഗ് ടു റിമെയിൻ യുവർ ഒബീഡിയൻറ്റ് സെർവൻ്റ്. ഇതെല്ലാ സ്ഥലത്തും അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. 3 സ്ഥലത്തെങ്കിലും അദ്ദേഹം ഐ ബെഗ് ടു റിമെയിനും മറ്റേടത്ത് യുവർ മോസ്റ്റ് ഒബീഡിയൻറ്റ് സെർവൻറ്റും യുവർ മോസ്റ്റ് ഒബീഡിയൻ, അവർ രണ്ടുപേരും ഉണ്ടായിരിക്കും മോസ്റ്റ് ഒബീഡിയൻറ്റ് സെർവൻറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്ത് കോണ്ടെക്സ്റ്റ്. അതായത് സവർക്കറോ ഒന്നാമത്തെ കത്ത് വൻകര, രണ്ടാമത്തെ കത്ത് നിങ്ങൾ കേൾക്കൂ. ഞാൻ അതിനിടയ്ക്ക് ഞാൻ പറയാം. അതിനിടയ്ക്ക് ഇത് കടന്നു പോകുന്നതിന് ഒരു കാര്യമാണ് പറയാം. ഇവരെൻ്റെ ഇത് പറയുന്നുണ്ട്. ഈ നമ്മുടെ ഇത് കണ്ടെത്തി അവതരിപ്പിച്ച പ്രശ്നം ഉണ്ടാക്കാൻ പിന്നീട് കറണ്ടിൽ വന്നതിന് ശേഷം വലിയ കോലാഹലം ഉണ്ടാക്കിയ ഇവർ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇവരാരോപിക്കുന്നുണ്ട്. ഇവരുടെ ഡാങ്കെ അൺമാസ്ക് എന്ന ഡോക്യുമെൻ്റ് ഞങ്ങൾക്ക് ഞാൻ ആവശ്യമുള്ളവർക്ക് അയച്ചു. ഇത് ആരോപിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഏജൻ്റ് ആയിരുന്നു ഇവർ ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഗവൺമെൻറ് ഇതിന്മേൽ പറയുന്നുണ്ട്. ഗവൺമെൻറ് അവരുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിന്മേൽ ഇങ്ങനെ റെവല്യൂഷണറി മെറ്റീരിയൽ ഒന്നുമില്ല ഈ ഡോക്യുമെൻറ്റിനകത്തുണ്ട്. പിന്നെ ഇഫ് കെയർഫുള്ളി ഫോളോഡ് ഹി വിൽ ബി ഗുഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. പുള്ളി കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ഒരു ഗുഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. ഇവരുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പരസ്പര കത്തിരവ് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വിഘടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പിൽക്കാലത്ത് പബ്ലിഷ് ചെയ്ത ഡോക്യുമെൻ്റ് അവർ ഇതെല്ലാം അവർ കണ്ടെത്തി പബ്ലിഷ് ചെയ്ത, നമ്മളാരും കണ്ടെത്തിയതല്ല. അവരതിൻ്റെ അകത്ത് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഫയലിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ത്രൂ ദ ലോക്കൽ ഗവൺമെൻറ് ഡാങ്കെ സബ്മിറ്റഡ് എ സെപ്പറേറ്റ് അപ്പീൽ ഇൻ സെപ്റ്റംബർ 1924 praying for the remission of his sentence and hinting at a willingness on his part to act as an agent of government. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഔദ്യോഗിക ഡോക്യുമെൻ്റ് ജ്യോതി ബസ് എഡിറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് അന്നത്തെ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഹോം ഡിപ്പാർട്ട്മെൻറ്റ് പൊളിറ്റിക്കൽ വിങ്ങിൻ്റെ ഫയൽ നമ്പർ 278 അകത്ത് എടുക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പഴയ ഇതിൻ്റെ അകത്ത് ഞാൻ മുമ്പ് അയച്ചു കേൾപ്പിച്ച ആ പരാതിക്കകത്ത്, ആ പ്രയറിൻ്റെ അകത്ത്, അപേക്ഷയ്ക്കകത്ത്, മാപ്പപേക്ഷയ്ക്കകത്ത് വില്ലിങ്നെസ് ഓൺ ഹിസ് പാർട്ട് ടു ആക്ട് ആസ് എൻ ഏജന്റ് ഫോർ ഗവൺമെൻറ് അത് ഇവരെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. പുള്ളി അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ആരോപിക്കുന്നുണ്ട് ഇവർ. ഈ CPIM, ഞാൻ CPI മറുപടി പറയണം ഇതിനൊക്കെ. CPI കേരളത്തിൽ CPI അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ്. ഇത് മറുപടി പറയേണ്ടത്. അപ്പോൾ അത് സവർക്കറുടെ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഡാങ്കയെ പറ്റി 1-2 കാര്യങ്ങൾ പറയാറുണ്ട്. സവർക്കറുടെ രണ്ടാമത്തെ കത്ത് 1914 ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങിയിരിക്കുന്നു. അടുത്ത കത്ത് 1917 ഈ 2 കത്തിലും ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു. ഈ 2 കത്തിലും സവർക്കർ ഈ പ്രിസണേഴ്സിനെ വിട്ടയക്കൂ. അന്ന് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടനൊപ്പം ബ്രിട്ടന് സമരത്തിന് യുദ്ധത്തിന് ആളെ ചേർക്കുക, റിക്രൂട്ട്മെൻറ്റ് സ്പ്രീ നടത്തുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. സവർക്കർ ഇത് പറയുന്നത് അത് പറയില്ല. അന്ന് 1914 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗവൺമെൻറ്റിനൊപ്പമായിരുന്നു. ഈവൻ തിലകനും ഗവൺമെൻറ്റിനൊപ്പമായിരുന്നു. മഹാനായ പരംപൂജ്യ ഡോക്ടർ ജി മാത്രമാണ് ആ കാലത്ത് ശക്തമായി എതിർത്തത്. അദ്ദേഹം ആ കാലത്ത് നരേന്ദ്രൻ മണ്ഡൽ എന്ന് പറഞ്ഞൊരു വിപ്ലവ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് ബ്രിട്ടനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇവർ യുദ്ധത്തിന് വിവിധ വാർ തിയേറ്റേഴ്സിലായിട്ട് ലോകത്തിൻ്റെ പല സ്ഥലത്ത് നിൽക്കുന്നു. ആ സമയത്ത് നമുക്ക് ഇവിടെ വിപ്ലവം നടത്താം. ആ 3 വർഷം വലിയ വിപ്ലവ പ്രസ്ഥാനം ഉണ്ടാക്കിയാണ് നരേന്ദ്രൻ മണ്ഡൽ. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ആളെ, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. മനുഷ്യന് താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വിഷയത്തെ അദ്ദേഹം തിലകനോട് മൂഞ്ചയോട് ഉൾപ്പെടെ എതിർത്തളാണ് ഡോക്ടർ ജി.
ഡോക്ടർജി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്ന ജനതയോടുള്ളൊരു മറുപടി കൂടെ എൻ്റെ ഇത്. അപ്പം ഈ കാലത്ത് സവർക്കർ ഇതിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ മുഴുവൻ പുറത്തു വിടൂ, അത് നിങ്ങൾക്ക് യുദ്ധത്തിൽ സഹായകരമാവും, ഒപ്പം ഒരു നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന ഒരു പോസിറ്റീവ് ജസ്റ്ററാവും, ജനതയ്ക്ക് നിങ്ങളോട് കുറച്ചുകൂടെ അടുപ്പം തോന്നും, നിങ്ങൾക്ക് ബന്ധം തോന്നും, അതുകൊണ്ട് നിങ്ങളത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഇത് അവിടെയെങ്കിലും അദ്ദേഹം ഈ സറണ്ടറിൻ്റെ ഭാവമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹത്തിന് ബ്രൈറ്റ് കരിയറായിരുന്നു, ഞാൻ പുറത്തിറങ്ങിയാലും എൻ്റെ കരിയറിൽ ഞാൻ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മീൻസിൽ പോകാമെന്ന് ഇതെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്ത്രം ശിവജിയുടെ തന്ത്രമായിരുന്നു, ശിവജിയുടെ ട്രീറ്റിയുടെ തന്ത്രമായിരുന്നു, ശിവജിയുടെ പുരന്തര ട്രീറ്റിയുടെ തന്ത്രമായിരുന്നു അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഇത് പറയുമ്പോൾ ഈ പുള്ളി പറയുന്നുണ്ട് ഞാനാണ് ഈ 14 ഇദ്ദേഹം പറയുമ്പോൾ അവസാനത്തെ കണ്ണി പറയുന്നത് ഇതിൻ്റെ അത് ഈ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ പുറത്ത് വിടുമ്പോൾ ഞാനാണ് എന്നെ കൂടെ പുറത്ത് വിടുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കിയേക്കൂ, എന്നെ ഒഴിവാക്കി ബാക്കിയുള്ളവരെ പുറത്തു വിടും, രേഖയാണ് ബാക്കിയുള്ളവരെ പുറത്തു വിടും. ഇതേ കാര്യം പുള്ളി 17 വീണ്ടും എഴുതുക, യുദ്ധം അങ്ങനെ നീളുകയാണല്ലോ. അദ്ദേഹം വീണ്ടും പറഞ്ഞു ലോകത്ത് പല സ്ഥലത്തും ആൾക്കാർ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ വിട്ടു, പലയിടത്ത് ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു ഞാനാണ് ഇതിന് ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ തടസ്സമെങ്കിൽ മറ്റ് പല സ്ഥലത്തും വിടുന്നു, ഇവരെ പുറത്തു വിടും, രാഷ്ട്രീയ തടവുകാരല്ലേ പുറത്തു വിടും. അതിനകത്തൊക്കെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇന്ന ആൾക്കാരെ ആ സമയത്ത് പുറത്തു വിടുന്ന ചരിത്രം വേറെയുണ്ട്, നിങ്ങളിവരെ മൊത്തത്തിൽ പുറത്തു വിടും, എന്നെ ഒഴിവാക്കൂ, ഇനി ഞാൻ പുറത്തിറങ്ങുന്നുള്ള ഭയം ഉണ്ടെങ്കിൽ എന്നെ അത്രയ്ക്ക് ഭയമായിരുന്നു ബ്രിട്ടൻ, അത്രയും അവർ ഭയന്നിട്ടുള്ള ഒരാൾ, ഞാൻ അതുകൂടെ പറയാം. അത് കഴിഞ്ഞ് അത് 17 കത്ത്, 18 അപ്പോൾ 3 കത്ത് കഴിഞ്ഞു, 13 വൻകര, 14, 17 ഈ യുദ്ധം, ഈ 2 കത്തിൽ അദ്ദേഹത്തിൻ്റെ മൂഡ് നിങ്ങൾക്ക് മനസ്സിലാവും. 21 20 കത്ത്, 20 ഈ പറഞ്ഞ പോലെ എന്തോ ഒരു കൊറോണേഷൻ്റെ വാർഷികം എന്താ പറയുക റോയൽ ക്ലെമൻസി ഉണ്ട്, അക്കാലത്ത് ഒരു രാജകീയ ക്ലെമൻസി ഉണ്ട്, അതിന് ഈ വലിയ പുറത്തുനിന്നുള്ള ഉപദേശമുണ്ട് അക്കാലത്തേക്ക്. അപ്പോൾ അദ്ദേഹം അന്നേരം ഈ പറഞ്ഞ പോലെ ആൻഡമാൻസിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ആ കാലത്ത് ക്ലെമൻസിക്ക് അപേക്ഷിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം ഈ ബെഗ് യുവർ മോസ്റ്റ് ഒബീഡിയൻ സെർവൻ്റ് എന്ന് അവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ അതിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇന്ന ആൾക്കാരെല്ലാം വിട്ടയച്ചു, ഞാൻ കൊലയിൽ നേരിട്ട് ആയിട്ടുള്ള നിങ്ങൾ സച്ചീന്ദ്ര സന്യാലിനെ വിട്ടു, നിങ്ങൾ ഇന്നാരെയൊക്കെ വിടുന്നു, എൻ്റെ സഹോദരനെ എന്നെ വിടാം, ഞാൻ ഇന്ന കാര്യങ്ങൾ ഉറപ്പ് തരാം, ഞാൻ പുറത്ത് അത് കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഇങ്ങനെ വർക്ക് ചെയ്യാവുന്ന. 21 പ്രിൻസ് ഓഫ് വെയിൽസ് സന്ദർശിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ഒരു പ്രൊക്ലമേഷൻ, ഒരു വിളംബരം ഉണ്ടായിരുന്നു. അന്നേരം പുള്ളി തന്ത്രപരമായി അദ്ദേഹം ബാരിസ്റ്ററാണ്, അദ്ദേഹത്തിന് ലീഗലിൽ ഇത് ധാരാളം പേര് വിടുന്നു, എന്നെ മാത്രം വിടുന്നില്ല, എൻ്റെ സഹോദരനെ വിടുന്നില്ല, അതിന് മാത്രം എന്താണെന്നുള്ളത്. അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കത്തുണ്ട്, ഈ ഗണേഷ് ദാമോദർ സർവക്കറുടെ കത്തുണ്ട്, പിന്നെ ഭാര്യ യമുനാബായിയുടെ കത്തുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ആ ഗണത്തിൽ ഈ 5ഉം 3ഉം 8 കത്തുകളുണ്ട്. അതിൽ ആണത്തത്തോടെ പുള്ളി ചെയ്തിട്ടുണ്ട്, പബ്ലിക്കിലും പറഞ്ഞിട്ടുണ്ട്. ആദ്യ പുറത്ത് ഇതിനെതിരെ ഭള്ളു പറയുന്ന ഒരാൾ മഹാദേവ് ഗോവിന്ദനാഥയുടെ, പുള്ളി പ്രാർത്ഥനാ സമാജത്തിൻ്റെ ആളായിരുന്നു. പിന്നീട് ചന്ദവർക്കറാണ് ഗോവിന്ദനാഥയുടെ മരിച്ചതിന് ശേഷം ദീർഘകാലം പ്രാർത്ഥനാ സമാജം കൊണ്ടു നടന്നതെന്നും കൂടെ ഉണ്ട്. ഞാനത് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ സവർക്കർക്കും ഡാംഗയ്ക്കും 2 നീതി പാടില്ല. ഇതിൻ്റെ ഒരു ഐറണി, സവർക്കർ മരിച്ച 1966, ഡാംഗയുടെ ഒരു വലിയൊരു ഒരു വാചകമുണ്ട്, അവർ നമ്മൾ വായിച്ചു കേട്ടാൽ രസമായിരിക്കും. ഡാംഗയുടെ ഒരു വലിയ വാചകമുണ്ട്, സവർക്കർ മരിച്ച 1966. അത് നമ്മൾ പറയാൻ കേട്ടസികളാണ്, ഉപചാര വാക്കുകളാണെന്നൊക്കെ പറയുമ്പോൾ പിൽക്കാലത്ത് ഡാംഗെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്ന് പിരികെ സ്വന്തം പാർട്ടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. അതുമായിട്ട് ഭേദാന്തമായിട്ടുള്ള മാക്സിൻ്റെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വലിയ എപ്പിസോഡ് വേറെ കിടക്കുന്നുണ്ട്. അവർ അടിയന്തരാവസ്ഥയിൽ ഒരുമിച്ച് നിന്നു, അതറിയാലോ. ഇവിടെ അടിയന്തരാവസ്ഥ അച്യുതമേനോനും സംവിധാനത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതെല്ലാം. അപ്പോൾ അതിൻ്റെ ഈ ഡാംഗെ അദ്ദേഹം മരിച്ചപ്പോൾ പറഞ്ഞ വാചകം കൂടെ കേൾക്കാം. ദ ചെയർമാൻ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ആ കാലത്തും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനാണ്. ഈ പിരിഞ്ഞിട്ട് 2ാം വർഷം എസ് എ ഡാംഗെ ആ കത്തിന് ശേഷം, ദ ഡെത്ത് ഓഫ് വീർ സവർക്കർ റിമൂവ്സ് ഫ്രം ദ സീൻ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി വൺ ഓഫ് ദ ഗ്രേറ്റ് ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് റെവല്യൂഷണറീസ്. ഡാംഗെ അതാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ദ ഡെത്ത് ഓഫ് വീർ സവർക്കർ റിമൂവ്സ് ഫ്രം ദ സീൻ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ഇതിൻ്റെ ഭൂമികയിൽ നിന്ന്, ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭൂമിയിൽ നിന്ന് ഒരു വൺ ഓഫ് ദ ഗ്രേറ്റ് ആൻറ്റി സാമ്രാജ്യത്വ വിരുദ്ധ വിപ്ലവകാരികളിലെ മുഖ്യനായ ഒരാളെ ഇന്ത്യൻ ഈ ചരിത്രഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണ്, തൽക്കാലം മറയുകയാണെന്നുള്ള അർത്ഥത്തിൽ ഡാംഗെ പറഞ്ഞൊരു പരിണാമഗുപ്തി അതിനകത്തുണ്ട്. ഒപ്പം തന്നെ ഡാംഗെ ചെറിയ ആളല്ലെന്ന് കാണിക്കാൻ ഞാൻ വീണ്ടും പറയുന്നു, ഡാംഗയുടെ 75-ാം വർഷം 1974 അന്ന് നമ്മുടെ ഭാരതരത്നം പോലെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഓർഡർ ഓഫ് ലെനിൻ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ USSRന്റെ ഏറ്റവും വലിയ അവാർഡ് സിവിലിയൻ അവാർഡ് ഡാംഗയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രഷ്നേവാണ് അന്നത്തെ ഭരണാധികാരി, ബ്രഷ്നേവാണ് അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിന് അത് കൊടുക്കുന്നത്. ലിയോണിഡ് ബ്രഷ്നേവ് for Comrade S.A. Dange on his 75th birthday. The citation says that the award is being conferred on S.A. Dange for his active participation in the struggle for peace, democracy and social progress and his great contribution to the development and strengthening of friendship between the peoples of India and the Soviet Union. അതിനുവേണ്ടി കൊടുക്കുന്ന സോവിയറ്റ് റഷ്യ അദ്ദേഹത്തിന് അത് കൊടുക്കുകയാണ്. എൻ്റെ ഓർമ്മയിൽ ബ്രഷ്നേവ് എന്നാണ്. എന്തായാലും അത്ര പ്രസക്തനായ ഒരാളാണ് ആ കത്ത് എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിനൊരു നീതി, നിങ്ങൾ നമ്മുടെ ചരിത്രത്തെ എത്ര വികലമാക്കിയിട്ടുമായി പിന്നെ ഒരു ചർച്ച ചെയ്തില്ല, കേരളത്തിൽ ഒരു ചർച്ച ചെയ്തോ? ഡാങ്കെ കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകരും കേരളത്തിൽ ഇത് പറയും. സവർക്കറെ പറ്റി ഘോരം കാണ്ടുമായിട്ട് വീഡിയോ ചെയ്യുന്നവർ പറയുമോ ഇതിൽ മോശമായിട്ടൊരു കത്തിടപാടുകളിൽ 4 കത്ത് ഡാങ്കെ എഴുതിയിട്ടുണ്ടത്? ഒരു ലീഗൽ ഇതായിരുന്നു. സവർക്കർ എഴുതിയ തെറ്റാണെങ്കിൽ ഡാങ്കെ എഴുതിയതും തെറ്റാണ്. സവർക്കർ അംഗീകരിച്ചിട്ടുണ്ട്, ഡാങ്കെ അംഗീകരിച്ചിട്ടില്ല. സചീന്ദ്രനാഥ് സന്യാൽ മൈ ബന്ദി ജീവൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതി അതേ ക്ലെമൻസി തന്നെ സവർക്കർ എഴുതി. എനിക്ക് കിട്ടി ക്ലെമൻസി, സവർക്കർക്ക് കിട്ടിയില്ല. ഇത് ബ്രിട്ടൻ അത്രയും ഭയന്നിരുന്നു. സവർക്കർ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കൂ പ്രിയപ്പെട്ടവർ, ബ്രിട്ടൻ അത്രമേൽ ഭയന്നിരുന്നു. 50 വർഷം ജീവൻ ജയിലിൽ കിടക്കുമെന്ന് കരുതുന്ന ഒരാൾ എഴുതുന്ന കത്തുകളാണോ, കയറി 4 വർഷം ആകപ്പാടേ ഉള്ളൂ, കയറി 2-ാം മാസം തൊട്ട് കത്ത് എഴുതി തുടങ്ങുന്ന ആളാണോ ദുർബലൻ ശക്തൻ? ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ ചരിത്രബോധം എവിടെ നിൽക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കും. ഇത് അവസാനം വരെ കണ്ടവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിത് വേദനയോടെ വീണ്ടും ഒരു ദിവസമെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത് ഞാൻ വീണ്ടും പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകൾക്ക് അടക്കം നമുക്ക് റിസർവേഷൻസ് ഉണ്ട്. ഞാൻ പറയാം, അവർ കമ്മ്യൂണിസ്റ്റുകൾക്ക് ആ അർത്ഥത്തിൽ വിപ്ലവം നടത്തി ഇതിനെ 5-ആയിട്ടും 10-ആയിട്ടും 16-ആയിട്ടും പിരിക്കാനും പറ്റുമെങ്കിൽ സോവിയറ്റ് റഷ്യയുടെ ഏതെങ്കിലും റിപ്പബ്ലിക്കാക്കി മാറ്റാനും സ്വപ്നം കൊണ്ടുവരും അവരിൽ പ്രത്യേകിച്ച് 40-ന് ശേഷം അവർ വളരെ എവിഡൻ്റാണ്. അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തവരാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഇതേ ഡാങ്കെ PC ജോഷി USSR വിട്ടിട്ട് ഷഡനോവുമായിട്ട് ചർച്ചയിലാണ്. ഷഡനോവ് ഡോക്ടർ എന്ന് പറയുന്നത് പിന്നീട് കുറേ കാലത്തേക്ക് കോമിൻറ്റേൺ ഈ പറഞ്ഞ പോലെ 43 അവസാനിച്ചെങ്കിലും കോമിൻഫോമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ CPSC ഉണ്ട്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളെ ഇതുമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഷഡനവുമായിട്ട് അന്ന് അവിടെ ഇരിക്കുക. ഡാങ്കെ അതോടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചാൽ പറ്റത്തില്ല. ഡാങ്കെ 1947 ആഗസ്റ്റ് 15-16 ഷഡനവുമായിട്ട് എന്ത് നീ ചെയ്യണമെന്നുള്ള ചർച്ചയ്ക്ക് അവിടെ ഇരിക്കുക. ഡാങ്കെയാണ് PC ജോഷി വിട്ടത്, ചെറിയ ആളല്ല. അന്ന് സെൻട്രൽ കൗൺസിൽ അംഗം മാത്രമാണ് ഡാങ്കെ, പക്ഷേ PC ജോഷി പുള്ളിയാണ് വിട്ടത്. അന്ന് ഡാങ്കെ നടത്തിയ ചർച്ച ചരിത്രപരമാണ് ഭാരതത്തെ സംബന്ധിച്ച്. അന്ന് അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പാകിസ്ഥാനെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ പാകിസ്ഥാൻ ഭാഗത്തെ സപ്പോർട്ട് ചെയ്തതെന്ന് ഡാങ്കെ പറഞ്ഞത് അത് അബദ്ധമായി പോയെന്ന് ഷഡനോവ് തിരിച്ചു പറയുന്നുണ്ട്. ഈ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും നാഷണാലിറ്റി ഡോക്ടർ എന്ന് പറയുന്നത് ഇതൊരു ദേശത്തെ 2 വിഭാഗങ്ങൾ മാത്രമല്ലേ, 2 നാഷണാലിറ്റികളല്ലല്ലോ എന്ന് ഷഡനോവ് തിരിച്ചു വയ്ക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ പാകിസ്ഥാൻ സ്ഥാനത്തെ അനുകൂലിച്ചതെന്നുള്ളൊരു ഒരു ധ്വനിയിലാണ് ചോദിക്കുന്നത്. ഡാങ്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ പൊതുവിഭാഗത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ ചരിത്രം പറയാം. കോൺഗ്രസ് എമർജ് ചെയ്തു, ക്വിറ്റ് ഇന്ത്യയോടുകൂടി ജനം നമ്മളിൽ നിന്ന് അകന്നു, നമ്മൾ രാജ്യവിരുദ്ധരായി നമ്മൾ ചിത്രീകരിക്കപ്പെടും, നമ്മളതാണ് ചെയ്തത്, ഇന്ത്യയിൽ ഞങ്ങളതാണ് ചെയ്തത്. അത് ഒപ്പം തന്നെ ഞങ്ങൾ പാകിസ്ഥാനെ പിന്തുണച്ചു, പാകിസ്ഥാൻ ഭാഗത്തെ ഡാങ്കെ എൻ്റെ ഇത് പറയുന്നുണ്ട്. അത് മുഴുവൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് കിട്ടും. അപ്പം ഡാങ്കെ ഞാനത് 2 അർത്ഥത്തിലായിരുന്നു. കൊണ്ട് ഡാങ്കെ അത്രമേൽ പ്രസക്തനായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഡാങ്കെ USSRൽ സെൻട്രൽ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ മുമ്പിൽ ഇരിക്കുക. അത് ഇന്ത്യയെ ഒത്തിരി സ്വാധീനിച്ചാണ് ഷഡനോവ് ഡോക്ട്രിൻ. അതിലൊത്തിരി ഡിമാൻഡ് ഇവർക്കുണ്ടായിരുന്ന പാർട്ടിക്ക്. അത് ഏകദേശം സോവിയറ്റ് റഷ്യ ദീർഘകാലം നടപ്പിൽ വരുത്തിയതാണ്. ഇന്ന് നമ്മൾ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം എന്ന് പറഞ്ഞ് മഹാനായ മന്നം കമ്മ്യൂണിസ്റ്റ് വൽക്കരണം എന്ന് പറഞ്ഞതൊക്കെ തുടങ്ങുന്ന ഈ ഷഡനോവ് ഡോക്ട്രിനിൽ കൂടെ ഈ അർത്ഥത്തിൽ സ്വാതന്ത്ര്യപൂർവ്വം ഒരു ട്രാക്ട് വേറെ കിടപ്പുണ്ട്. കുറച്ചുകൂടെ പൊയറ്റിക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ടാക്റ്റിക്കലാവുന്നു. കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ കലാകാരന്മാരെ സ്വാധീനിക്കും, കലാകാരന്മാരുടെ എക്സ്ചേഞ്ചിൽ അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവരുന്നു. ഇതെല്ലാം നടക്കുന്നു. ഈ സബ്വേർഷൻ്റെ പദ്ധതികളെല്ലാം KGB തുടങ്ങി വെക്കുന്നു. അതിന് ശേഷമാണ് അത് യൂറി ബ്രസ്മനോവൊക്കെ വായിക്കും. മിട്രോക്കിൻ വരെ വായിക്കേണ്ട. യൂറി ബ്രസ്മനോവിൻ്റെ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് നടത്തിയതെന്നുള്ളത്. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു നീതിയും സവർക്കർക്ക് 2 നീതിയില്ല. ഡാങ്കെ കത്തെഴുതിയിട്ട് തെറ്റല്ലെങ്കിൽ സവർക്കർ എഴുതിയതും തെറ്റല്ല, സചീന്ദ്രനാഥ് സന്യാൽ എഴുതിയതും തെറ്റല്ല. ഇവരൊക്കെ എഴുതിയത് തെറ്റാണെങ്കിൽ സവർക്കർ എഴുതിയതും തെറ്റാണ്. ഈ സെലക്റ്റീവ് അംനീഷ്യ പാടില്ല. മനഃപൂർവ്വമായി മറക്കുന്നു ഡാങ്കയുടെ കത്ത്, അത് പാടില്ല. ഓർക്കുമ്പോൾ എല്ലാം ഓർക്കൂ. ചരിത്രം യഥാതഥമായ വസ്തുതകളിന്മേൽ പടുക്കേണ്ട ഒരു വിശുദ്ധമായ നികേതനമാണ്, വിശുദ്ധമായ ആലയമാണ്. അതിന് ഇങ്ങനെ നിങ്ങൾ മോശമാക്കരുത്. അപ്പോൾ ഡാങ്കെ തെറ്റുകാരനാണെങ്കിൽ, വീണ്ടും പറയുന്നു, ഡാങ്കെ തെറ്റുകാരനാണെങ്കിൽ സവർക്കറും തെറ്റുകാരനാണ്.
ഡാങ്കെ മാപ്പപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സവർക്കർ മാപ്പപേക്ഷിച്ചിട്ടുണ്ട്. അതിൽ രണ്ടുപേരും തുല്യ തെറ്റാണെങ്കിൽ, അതല്ലെങ്കിൽ ഇതെല്ലാം ശരിയാണ്. ഇതിലേതെങ്കിലും ഒരു ഭാഗം നമുക്ക് കൃത്യമാക്കി എടുക്കണം, ഏതെങ്കിലും ഒരു നിയമം നടപടിയാക്കി എടുക്കണം. സന്തോഷം.